നമുക്ക് ഓണം ഏറ്റവും വലിയ മലയാളികളല്ല, ലോകത്തിലെ മൊത്തം മലയാളികൾ ആഘോഷിക്കുന്ന ഏറ്റവും വലിയൊരു ദേശീയോത്സവമാണ്. ആ ആ ഒരു അവസ്ഥ, ആ ഒരു മാനസികാവസ്ഥ നമുക്ക് ആർസിഎമ്മിൽ സജീവമായി നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കുണ്ട്. കാരണം നാളെക്കുറിച്ച് ഒരു പ്രതീക്ഷയുണ്ട്. നാളെക്കുറിച്ചൊരു പ്രതീക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങൾ പൊതുവെ കാണുന്ന ആളുകൾ 90% അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നു പറയും. പക്ഷെ ഇവിടെ ഒരു പ്രതീക്ഷയാണ്, ആ പ്രതീക്ഷയാണ് നമുക്ക് ഹാപ്പിനെസ് നൽകുന്നത്. ഇന്നത്തേക്കാൾ ബെറ്റർ ആയിട്ട് ഒരു നാളെ, നാളേക്കാൾ ബെറ്റർ ആയിട്ട് ഒരു മറ്റന്നാൾ ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ അത് തരാൻ ഇന്ന് പര്യാപ്തമായ ഒരു പ്രസ്ഥാനമാണ് ആർസിഎം. എന്നെ പരിചയപ്പെടുത്തി, പേര് ഡോക്ടർ രാജൻ. നാച്ചുറോപ്പതി ആൻഡ് യോഗ എന്ന മേഖലയിൽ കഴിഞ്ഞ 18 വർഷമായി സജീവ സാന്നിധ്യം, മരുന്നുകളില്ലാത്തൊരു ജീവിതശൈലിയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകളിലേക്ക് ഈ ആശയം എത്തിക്കുന്നു. എന്താണ് പ്രകൃതി ജീവനം? പ്രകൃതിയിൽ ജീവിക്കുന്ന ജീവജാലങ്ങൾക്ക് രോഗങ്ങൾ വരാറില്ല. ആ കൺസെപ്റ്റ് നമ്മുടെ മനുഷ്യനിലേക്ക് കൊണ്ടുവന്നാൽ മനുഷ്യന് രോഗങ്ങൾ വരാറില്ല. 18 വർഷമായിട്ട് എനിക്കൊരു മരുന്ന് കഴിക്കേണ്ട ആവശ്യം, അതായത് രോഗം വന്ന് മരുന്ന് കഴിക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അതെല്ലാവർക്കും ഫോളോ ചെയ്യാം. ഞാൻ എന്താ ചെയ്തത്? എന്റെ ഭക്ഷണ രീതിയിൽ ചെറിയ മാറ്റം വരുത്തി, ജീവിതശൈലിയിൽ ചെറിയ മാറ്റം വരുത്തി. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ, ആർസിഎം എന്നൊരു പ്ലാറ്റ്ഫോമിൽ വരാനുള്ള കാരണം മുക്തി സാറ് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ചെറിയൊരു സജഷൻ അല്ലെങ്കിൽ ചെറിയൊരു ഒരു വാക്ക് എന്റെ ലൈഫിൽ വലിയൊരു മാറ്റം വരുത്തി. എന്റെ ലൈഫിൽ ഒരു മാറ്റം വരുത്തിയപ്പോൾ അതിലൂടെ ഒരുപാട് ആളുകളുടെ ലൈഫിലും മാറ്റങ്ങൾ വരുത്തി. ആ മാറ്റത്തിന്റെ പേരാണ് ഹൗ ടു ലീവ് വിത്തൗട്ട് മെഡിസിൻ. മരുന്നുകളില്ലാത്തൊരു ലോകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കടക്കാം. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന വിഷയം ആരോഗ്യപരമായ കുറച്ച് കാര്യങ്ങളുണ്ട്, മാനസികപരമായുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ലൈഫിൽ നമുക്ക് എങ്ങനെ ഹാപ്പിനെസ് കിട്ടാം, അങ്ങനെ 3 തലങ്ങളിലാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്ലാസ് അല്ല, ഞാൻ എന്റെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു. കാരണം ജീവിതത്തിൽ ഒരുപാട് മേഖലകളിൽ അറിവും അനുഭവ സമ്പത്തുള്ള ആളുകളാണ് എന്റെ മുന്നിൽ ഈ കാണാമറയത്തിരിക്കുന്ന എല്ലാവരും നമുക്ക് കുറെ അറിവുകൾ കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ കിട്ടും. അപ്പൊ അടുത്ത 1 മണിക്കൂർ 15 മിനിറ്റ് സമയം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചുണ്ടാവും. എന്നെ പരിചയപ്പെടുത്തി, വീട് തൃശ്ശൂരാണ്. ആർസിഎം എന്ന പ്രസ്ഥാനത്തിൽ 17.5 വർഷം പിന്നിട്ടു. പ്രകൃതി ജീവനത്തിൽ 18 വർഷം പിന്നിട്ടു. ഇന്ത്യൻ എയർഫോഴ്സിൽ മൂർത്തി സാറും ബിനു സാറും ഒക്കെ ആയിട്ട് ഒരുമിച്ച് കഴിയാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ വന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഞാൻ ഫോളോ ചെയ്യുന്ന പ്രകൃതി ജീവനവും ആർസിഎം തമ്മിൽ ഒരു വ്യത്യാസമില്ല. അവിടെ പറയുന്നത് എന്താണ്? യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ. പ്രകൃതി ജീവനത്തിൽ പറയുന്നത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണമാണ് നിങ്ങളുടെ മരുന്നായിട്ട് വേറെ ഒന്നും കഴിക്കേണ്ടത്. ഇവിടെ പറയുന്നത് അത് തന്നെയാണ്, നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല ആരോഗ്യം. ഇതേ കൺസെപ്റ്റ് തന്നെയാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഹിപ്പോക്രാറ്റ്സ് പറഞ്ഞത്. സോ യുവർ ഫുഡ് ഈസ് യുവർ മെഡിസിൻ എന്നുള്ള ഒരു കൺസെപ്റ്റിനെ നമുക്ക് ആളുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചാൽ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, ഒരു നല്ല സമൂഹം ഉണ്ടാവും, ഒപ്പം നല്ലൊരു നമ്മളും ഉണ്ടാവും. നമ്മളിൽ ഇന്നുള്ളതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഒരു നമ്മളെ നമുക്ക് നാളെ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വന്ന ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. എല്ലാവർക്കും അതിലേക്ക് വരാം. ഒരു ബെറ്റർ, നമ്മളിലുള്ള ഈ അവസ്ഥയേക്കാൾ ബെറ്റർ ആയിട്ടുള്ള നമ്മളെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമിന്റെ പേരാണ് ആർസിഎം, റൈറ്റ് കൺസെപ്റ്റ് മാർക്കറ്റിംഗ്. ഇടനിലക്കാരില്ലാതെ, പരസ്യക്കാരില്ലാതെ ഉൽപാദകനിൽ നിന്ന് ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ നേരിട്ട് വരുന്ന ഒരു സംവിധാനം. ഏറ്റവും നല്ല സാധനങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടുമ്പോൾ ഏറ്റവും നല്ല ആരോഗ്യം. ഇവിടെ വേറെ നമ്മളൊന്നും ചെയ്യേണ്ട, നമ്മുടെ ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചാൽ മതി. അതിനെക്കുറിച്ച് 1 by 1 ആയിട്ട് ഞാൻ പറയാം. 20 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ആയിരുന്നു. വേണമെങ്കിൽ അത് 56 വയസ്സ് വരെ തുടരാമായിരുന്നു. പക്ഷെ അത് വേണ്ടാന്ന് വെച്ച് പുറത്തു വരാനുള്ള കാരണം ഐ ലവ് ഫ്രീഡം. പട്ടാളത്തില് എല്ലാം നല്ലതാണ്, ബട്ട് ദർ വാസ് നോ ഫ്രീഡം. ഇവിടെ ഇഷ്ടം പോലെ ഫ്രീഡം. അത് 3 തരത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. ഒന്ന്, സമയ സ്വാതന്ത്ര്യം. എന്റെ ഇഷ്ടത്തിന് എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ ഇഷ്ടമുള്ള സമയം ചെലവഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഒന്ന്. രണ്ടാമത്തത് മണി ഫ്രീഡം, അല്ലെ? വരവും ചെലവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാട് പെടുന്ന ആളുകളാണ് നമ്മുടെ ചുറ്റിനും. ഇപ്പൊ ഓണം വരുന്നുണ്ട്. ഈ ഓണത്തിന് ശേഷം ഒരു ക്ഷീണം ഉണ്ടാവും. ഓണം കഴിഞ്ഞിട്ട് ഒരു ക്ഷീണം ഉണ്ടാവും. ആ ക്ഷീണം മാറാൻ പൊതുവെ കടക്കാരൊക്കെ ഒരു 3 മാസമെങ്കിലും എടുക്കുന്നു. ഓക്കെ. അപ്പോ ഇവിടെ ക്ഷീണം വരാതിരിക്കാൻ നമുക്ക് ഇൻകം കൂട്ടാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. അപ്പൊ സമയ സ്വാതന്ത്ര്യം, ഒപ്പം മണി ഫ്രീഡം, ടൈം ഫ്രീഡം, മണി ഫ്രീഡം. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഹെൽത്ത് ഫ്രീഡം, ഫ്രീഡം ഫ്രം ഓൾ ഹെൽത്ത് ഇഷ്യൂസ്. അതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം എന്താണ്? വീട്ടിൽ ആർക്കെങ്കിലും ചെറിയൊരു പനി വന്നാൽ, ഇപ്പോൾ അച്ഛനും അമ്മയും 2 മക്കളുടെ കുടുംബത്തിൽ ഒരു കുട്ടിക്ക് ഒരു അസുഖം വന്നാൽ ആ കുട്ടി മാത്രമല്ല ബുദ്ധിമുട്ടുന്നത്, ആ വീട്ടിൽ എല്ലാവരും ബുദ്ധിമുട്ടും, അല്ലെ? അതുമായി ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടായിരിക്കും, മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അസുഖത്തിന്റെ കാര്യങ്ങൾ വേറെ. അപ്പോ ഈ 3 ഫ്രീഡമാണ് എനിക്ക് ആർസിഎമ്മിൽ വന്നപ്പോൾ കിട്ടിയത്. ഇത് എല്ലാവർക്കും കിട്ടാം. അതിനുള്ള കുറച്ച് വഴികളാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഞാൻ ചെറിയൊരു പ്രസന്റേഷനിലേക്ക് പോകാം. ഞാൻ 3 വർഷത്തോളം NIF അധ്യാപകനായിരുന്നു. ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് പഠിച്ചത് തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിലെ BSc മാത്സ് ആയിരുന്നു. പക്ഷേ ജീവിതത്തിൽ പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ഏകദേശം 20 വർഷത്തോളം
വിമാനത്തിന്റെ എഞ്ചിൻ റിപ്പയർ ചെയ്യുകയും അതിൽ ഇന്ധനം നിറയ്ക്കുകയും ഗ്രൗണ്ടിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ജോലിയായിരുന്നു. NIF പഠിപ്പിച്ചത് ഈ പ്രാവർത്തികമാക്കിയ ഒരു കാര്യമല്ല അവിടെ പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് പ്രതിനിധിയിൽ വന്നപ്പോൾ ഈ മൂന്നുമായിട്ട് ബന്ധമില്ലാത്ത നാലാമത്തെ ഒരു കാര്യമാണ് പഠിച്ചത്. അങ്ങനെയാണ് RCMലേക്ക് വന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. അടുത്തൊരു ലെവലിലേക്ക് എത്താൻ നമുക്കൊരു കടമ്പ കടക്കാൻ മാത്രമാണ് പഠനം സഹായിക്കുന്നുള്ളൂ. ഇവിടെ വേണ്ടത് നമുക്ക് ശരിക്കുള്ള ദ റിയൽ എഡ്യൂക്കേഷൻ, അതായത് നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള നല്ലൊരു തിരിച്ചറിവ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കണ്ണും കാതും തുറന്നിരിക്കുക, എന്തെങ്കിലുമൊക്കെ കിട്ടും. എന്തായാലും ഇന്ന് കുറച്ച് ചെറിയൊരു മാറ്റത്തോടെയുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഞാനൊരു ചെറിയൊരു പ്രസന്റേഷനിലേക്ക് കിടക്കുകയാണ്. ഓക്കെ, സോ ഹൗ ടു ലിവ് ഹാപ്പി. അപ്പൊ ഹാപ്പിനെസിന്റെ ഒരു പുതിയ നിർവചനം കൂടി നമുക്ക് ഇന്ന് കണ്ടെത്താം. സോ ലെറ്റ് us see എന്താണ് ദ റിയൽ ഹാപ്പിനെസ്. റിയൽ ഹാപ്പിനെസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്താണ് റിയൽ ഹെൽത്ത് എന്ന് അറിഞ്ഞിരിക്കണം. ആ ഹെൽത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകാരോഗ്യ സംഘടന പറയുന്ന ആരോഗ്യത്തിന്റെ നിർവചനമുണ്ട്. 3 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് ആരോഗ്യം ഉണ്ടാവുക. ഒന്ന്, ശരീരത്തിന് നല്ല സുഖം ഉണ്ടാവണം. ദ ബോഡി ഷുഡ് ബി പെർഫെക്റ്റ് ആൻഡ് ദ മൈൻഡ് ഷുഡ് ബി പെർഫെക്റ്റ്. മനസ്സിന് നല്ല സുഖം ഉണ്ടായിരിക്കണം. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരു നല്ല സാമൂഹ്യ വ്യവസ്ഥിതി ഉണ്ടാവണം, ഒരു നല്ല സമൂഹം ഉണ്ടാവണം, കെട്ടുറപ്പുള്ള ഒരു സമൂഹം ഉണ്ടാവണം. ഈ 3 കാര്യങ്ങൾ കൂടി ചേരുമ്പോഴാണ് റിയൽ ഹെൽത്ത്. ആ ഹെൽത്ത് എങ്ങനെ ആർസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ. കേട്ടു നോക്കുക, കണ്ടു നോക്കുക. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ശരീരത്തിനുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ്. ഒരു ദിവസം ആവറേജ് ഒരു 30-40 ഇടയ്ക്ക് പേഷ്യൻസ് കേരളത്തിലെ നല്ല, ഇന്ത്യയിലെ നല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരെ വിളിക്കാറുണ്ട്. അപ്പോ ഇവരൊക്കെ ഫേസ് ചെയ്യുന്ന പ്രശ്നം ശരീരത്തിന്റെ പ്രശ്നങ്ങളാണ്. പക്ഷെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ മുഴുവൻ മനസ്സിന്റെ പ്രശ്നങ്ങളുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് പലപ്പോഴും അവരെ അറിയാറില്ല. ഒരാൾ തൊഴിൽ ചെയ്യുന്ന മേഖല അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കും. ഒരാൾ ഇടപഴകുന്ന വ്യക്തികൾ അയാൾക്ക് ഒരു പക്ഷേ രോഗങ്ങൾ ഉണ്ടാക്കും. ഒരാളുടെ ചുറ്റുപാടുകൾ അയാൾക്ക് രോഗങ്ങൾ ഉണ്ടാക്കും. പക്ഷെ അദ്ദേഹം എപ്പോഴും രോഗി എപ്പോഴും ചിന്തിക്കുന്നത് എന്താണ്? ഒരു രോഗം വന്നു, രോഗത്തിന് എങ്ങനെ മാറ്റാം, അല്ലെ? അപ്പോ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള, ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമാണ് അഡൾട്രേഷൻ. എന്താണ്? ഭക്ഷ്യവസ്തുക്കളിൽ വരുന്ന മായം. ഇതിനുള്ള ഏറ്റവും നല്ല പരിഹാരമാണ് RCM. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് RCM. ഇത് മനസ്സിലാക്കാത്ത ആളുകളാണ് സമൂഹത്തിൽ 99%. നമ്മുടെ ഉത്തരവാദിത്തമാണ് അവരെ ഇതിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നല്ല ഭക്ഷണം കഴിച്ച് നല്ല ആരോഗ്യം കിട്ടാനുള്ള ഒരു അവസരം RCM നമുക്ക് നൽകുന്നുണ്ട്. ഒട്ടും മായമില്ലാത്ത, ഫുള്ളി പ്യുവർ ആയിട്ടുള്ള, അതായത് ശുദ്ധം എന്നല്ല ഈ പറയേണ്ടത്, പരിശുദ്ധം എന്ന് പറയുന്ന അതേ ലെവലുള്ള ഉൽപ്പന്നങ്ങൾ കിട്ടും, പ്രത്യേകിച്ച് ഭക്ഷ്യോൽപ്പന്നങ്ങൾ. അപ്പൊ അത് കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങൾ തനിയെ മാറും. RCMൽ കിട്ടുന്ന ഹെൽത്ത് കാർഡ് ഓയിൽ രാവിലെയും വൈകിട്ട് ഒരു 10 മുതൽ 15 ml വെറും വയറ്റിൽ കഴിച്ചോളൂ. ശരീരത്തിലെ ഒരു 10-34 അസുഖങ്ങളെ പതുക്കെ നമുക്ക് വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റും, ശരീരത്തിൽ നിന്ന് പുറത്താക്കാൻ പറ്റും. വീട്ടിലെല്ലാവർക്കും കഴിക്കാം. പക്ഷെ എണ്ണയൊക്കെ കഴിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കൺഫ്യൂഷനൊന്നും ആവശ്യമില്ല. കാരണം അരിയുടെ തുറന്നെടുക്കുന്ന എണ്ണ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ 34 അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന കഴിവുള്ള ഈ എണ്ണ സത്യത്തിൽ ഒരു മരുന്നല്ല, ഒരു നല്ല ഭക്ഷണമാണ്. കാരണം തവിടുള്ള ഭക്ഷണം മലയാളികൾ ഉപേക്ഷിച്ചിട്ട് 40-45 വർഷം കഴിഞ്ഞു. ഈ 45 വർഷത്തിനുള്ളിലാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന സർവ്വ ജീവിതശൈലി രോഗങ്ങളും തലപൊക്കിയിരിക്കുന്നത്. അതിനെ മുഴുവൻ പ്രതിരോധിക്കാൻ കുഴിനകം മുതൽ ക്യാൻസർ വരെ എല്ലാറ്റിനും നല്ലതാ. എന്നാൽ ഇതൊരു മരുന്നല്ല. പലരും ഇതിനെ മരുന്നെന്ന രൂപത്തിൽ കാണുന്നുണ്ട്. മരുന്നല്ല, ഇറ്റ്സ് എ ഫുഡ്. ഗുഡ് ഫുഡ് ഗീവ്സ് ഗുഡ് ഹെൽത്ത്. അപ്പൊ അഡൾട്രേഷൻ, ഒട്ടും മായമില്ലാത്ത ഏറ്റവും നല്ല ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്നു. ഇനി പോഷകാഹാരങ്ങളുടെ കുറവിനെ പരിഹരിക്കാൻ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം അതാണ്. 70% അസുഖങ്ങളും മാൽന്യൂട്രീഷൻ കൊണ്ടാണ് ഉണ്ടാവുന്നത്. കാരണം എന്താ? ഭക്ഷണം കഴിക്കുമ്പോൾ 3 കാര്യങ്ങൾ നോക്കും: നിറം നോക്കും, മണം നോക്കും, രുചി നോക്കും. ഒരാളും ഗുണം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കാറില്ല. ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഗുണം ചെയ്യുമെന്ന് നോക്കാറില്ല. നമ്മൾ നിറം, മണം, രുചി മാത്രം നോക്കി ഭക്ഷണം കഴിക്കുമ്പോൾ അത് ഒരുപാട് അസുഖങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ കൃത്രിമ നിറങ്ങളും നമ്മുടെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്നുണ്ട്. ഒരു ദിവസം കൊണ്ടല്ല ക്യാൻസർ എന്ന രോഗം വരുന്നത്, വർഷങ്ങൾ എടുക്കും. പക്ഷെ അതിന്റെ ഒരു ബീജാവാപം, അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ഇതിലൂടെ ആയിരിക്കും. ഒരു പക്ഷേ നിറം, മണം, രുചി. ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വേണ്ടത്ര അളവിൽ വൈറ്റമിൻസ് ഉണ്ടോ, മിനറൽസ് ഉണ്ടോ, പ്രോട്ടീൻ ഉണ്ടോ, ഫൈബർ ഉണ്ടോ, ആന്റി ഓക്സിഡന്റ് ഉണ്ടോ എന്നൊന്നും നമ്മൾ നോക്കാറില്ല. നമ്മൾ നോക്കുന്നത് 3 കാര്യങ്ങൾ: നിറം, മണം, രുചി. ഓക്കെ, അപ്പൊ മാൽന്യൂട്രീഷൻ എന്നൊരു പ്രശ്നത്തെ പരിഹരിക്കാൻ നമ്മളിൽ 23 ഫുഡ് സപ്ലിമെന്റുകളുണ്ട്. പോഷകാഹാരം. ഫുഡ് സപ്ലിമെന്റ് മരുന്നല്ല. പലരും അതിനെ മരുന്നെന്ന രൂപത്തിൽ പറയും. ഞാൻ RCMന്റെ മരുന്ന് കഴിച്ചിട്ട് രോഗം മാറി. മരുന്ന് കഴിച്ചിട്ട് ഒരിക്കലും രോഗം മാറാറില്ല. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യാണ് ഉണ്ടാവുക. അപ്പൊ മാൽന്യൂട്രീഷൻ. ഇനി മൂന്നാമത്തെ കാരണമാണ് എക്സസീവ് യൂസ് ഓഫ് മെഡിസിൻ. ദ മോർ മെഡിസിൻസ് യു ടേക്ക്, ദ മോർ ഹെൽത്ത് പ്രോബ്ലംസ് യു ആർ ഇൻവൈറ്റ്. നിങ്ങളുടെ സ്വന്തം അനുഭവത്തിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ അനുഭവത്തിൽ 8-10 വർഷം മുൻപ് ഒരു രോഗത്തിന് ചികിത്സ തേടിപ്പോയ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ചരിത്രം പരിശോധിക്കുക. ഇന്ന് അവർ 3-4 രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരായിരിക്കും. ഡ്രഗ് ഇൻഡ്യൂസ്ഡ് ഡിസീസസ് ആണെന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതായത് മരുന്ന് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഇവിടെ അതിന്റെ ഒരു ആവശ്യം വരുന്നില്ല. കാരണം നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല. എനിക്കറിയാം കേരളത്തില് 10,000 കണക്കിന് ആളുകളുണ്ട്
ഒരു മരുന്നും കഴിക്കാതെ ഈ ഉൽപ്പന്നങ്ങളൊക്കെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നത്. ഓക്കെ, ഒരു അസുഖം വന്നാൽ അസുഖം വരില്ല, വന്നാലും ശരീരത്തിന് വേണ്ട കുറച്ച് പ്രത്യേക രീതിയിലുള്ള ചില സംവിധാനങ്ങളൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്യാൻ സാധിച്ചാൽ രോഗങ്ങൾ തനിയെ മാറും. ഒരു പനി വരുമ്പോൾ എന്ത് ചെയ്യണം? ഇപ്പൊ പനിയുടെ സീസണാണ്, എല്ലാവർക്കും പനിയാണ്. പനി വരുമ്പോൾ ഒന്നും ചെയ്യണ്ട, പനിയെ പട്ടിണിക്ക് ഇടുക. പനിയെ പട്ടിണിക്ക് ഇട്ടാൽ, നമ്മൾ പനി വരുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ പനി നന്നാവും, നമ്മൾ ക്ഷീണിക്കും. പനി വരുമ്പോൾ സമ്പൂർണ്ണ വിശ്രമം, പുളിയുള്ള പഴങ്ങളുടെ ജ്യൂസ് കൊടുക്കുക, സമ്പൂർണ്ണ വിശ്രമം. നമ്മുടെ ന്യൂട്രിചാർട്ട് കിഡ്സ് മിക്സ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് 2 3 തവണ കൊടുത്തോളൂ, ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ന്യൂട്രിചാർജ് S5 ഒരെണ്ണം രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്കോ കഴിക്കാൻ. കടുത്ത പനിയാണെങ്കിൽ കൂടി വന്ന് 2 എണ്ണം കഴിക്കും, ഒന്ന് രാവിലെ ഒന്ന് ഉച്ചയ്ക്ക്. പനി തനിയെ കുറയും. നമ്മുടെ സഞ്ജീവനി പ്രാശ് കഴിക്കാം, ഇത് വളരെ നല്ലതാണ്. ഡെയിലി 2 നേരം 2 3 നേരം 1 ടീസ്പൂൺ അത് വെച്ച് കഴിക്കാം. പിന്നെ നല്ല ക്ഷീണം വരുമ്പോൾ നമ്മുടെ ന്യൂട്രിചാർജ് റിഫ്രഷ് ഒരെണ്ണം കഴിക്കാം, പനി തനിയെ മാറും. പനി ഒന്നും ചെയ്യണ്ട, ഒരു ഭക്ഷണം കഴിക്കുക, വേവിച്ച് ഒരു ഭക്ഷണം കഴിക്കുക, വേവിച്ച് എന്ത് ഭക്ഷണം നിങ്ങൾ കഴിക്കുന്നു അത് പനിയെ കൂട്ടുക ചെയ്യുക. അപ്പോ ഒരു രോഗം വരുന്ന സമയത്ത് രോഗം എന്തുകൊണ്ട് വന്നു? പനി ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധീകരണമാണ്. അത് ശുദ്ധീകരിച്ചു പോട്ടെ, പേടിക്കണ്ട. പനിയെ പേടിക്കരുത് എന്നാണ് പറയുന്നത്. ഗീവ് മീ ഫീവർ ഐ ക്യാൻ ക്യൂർ ഓൾ ഡിസീസസ് എന്നാണ് ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് പനി തരും, ഞാൻ എല്ലാ രോഗങ്ങളെയും മാറ്റിത്തരാം. പലപ്പോഴും കടുത്ത പനിക്ക് ശേഷം നമ്മുടെ ശരീരത്തിലെ ചില മുഴകൾ അപ്രത്യക്ഷമാകുന്നത് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പോ രോഗങ്ങൾ വരാൻ മരുന്നുകൾ കൂടുതൽ കഴിച്ച് കൂടുതൽ രോഗങ്ങളാണ് വരുന്നത്. ഒരാൾക്ക് വയറിളക്കം വരുമ്പോൾ വയറിളക്കത്തിനെ തടയാൻ വേണ്ടി മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ ആ ശരീരം പുറന്തള്ളാൻ ഉദ്ദേശിക്കുന്ന വിഷാംശം മുഴുവൻ അവിടെ കെട്ടിക്കിടന്നത് രക്തത്തിൽ കലർന്ന മാലിന്യങ്ങളായി, ടോക്സിൻസ് ആയി, അത് ശരീരത്തിലെ കൊടാനുകൂടി കോശങ്ങളിൽ എത്തിയത് ഇന്നും സ്കിൻ പ്രോബ്ലം ആയിട്ട് മാറും. ചിലപ്പോൾ അത് ആസ്മയായിട്ടും. ഞാൻ ധാരാളം കേസുകളിൽ കണ്ടിട്ടുണ്ട്, വയറിളക്കം വന്ന്, കടുത്ത വയറിളക്കം വന്ന് ഒറ്റയടിക്ക് വയറിളക്കം നിർത്തിയപ്പോൾ അത് ആസ്മയായിട്ട് പരിണമിച്ചത്. അപ്പോൾ ഈ മരുന്നുകൾ കഴിക്കാം, നമുക്ക് എപ്പോൾ കഴിക്കാം. ഒരു എമർജൻസി കേസിൽ വി ഹാവ് ടു ടേക്ക്, ദർ ഇസ് നോ അതർ ആൾട്ടർനേറ്റ്. ഒരു അപകടം സംഭവിച്ചാൽ, ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ ദർ ഇസ് നോ അതർ ആൾട്ടർനേറ്റ്, അവിടെ നമുക്ക് പോകണം. പക്ഷേ ഒരു ജീവിതശൈലീ രോഗത്തെ വിളിച്ചു വരുത്താതിരിക്കുക, നല്ല ഭക്ഷണം കഴിച്ച്, സമീകൃതമായ ആഹാരം കഴിച്ച്, സാത്വികമായ ഭക്ഷണം കഴിച്ച്, അത്യാവശ്യം വ്യായാമമൊക്കെ ചെയ്ത് നല്ല ആളുകളുടെ സംസർഗത്തിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗവും വരില്ല. ഓക്കെ, ദെൻ റോങ് ലൈഫ് സ്റ്റൈൽ 4ാമത്തെ കാരണമാണ് തെറ്റായ ജീവിത ശൈലി. തെറ്റായ ജീവിത രീതി മൂലം ഉണ്ടാകുന്ന രോഗങ്ങളെയാണ് നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിനെ മാറ്റം എന്ത് ചെയ്താൽ മതി? വെള്ളം നന്നായിട്ട് കുടിക്കണം. ഓരോ 20 കിലോ ശരീരഭാരത്തിന് മിനിമം 1 ലിറ്റർ വെള്ളം കുടിക്കണം. ഇപ്പൊ 60 കിലോ ശരീരഭാരമുള്ള ഒരാൾ മിനിമം ഓരോ 20 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം. അപ്പോൾ 60 കിലോ ശരീരഭാരമുള്ള ഒരാൾ മിനിമം 3 ലിറ്റർ വെള്ളം ഒരു ദിവസം കുടിക്കണം. വെള്ളം കുടിച്ചാൽ തന്നെ ശരീരത്തിന്റെ 60% അസുഖം മാറും. തലച്ചോറുണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം വെള്ളത്തിന്റെ കുറവാണ്. തലച്ചോറിന്റെ 95% വെള്ളമാണ്. അപ്പൊ വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാൽ എന്താണ്ടാവുക? മെമ്മറി ലോസ് ഉണ്ടായിരിക്കും, സ്ഥിരമായിട്ട് തലവേദന വരും, മൈഗ്രെയിൻ വരും, ചെന്നിക്കുത്ത് വരും. ബ്രെയിൻ സംബന്ധമായ സർവ്വ ഡിസോർഡറുകളെ അടിസ്ഥാന കാരണം വെള്ളത്തിന്റെ കുറവാണ്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങളെ മാറ്റാൻ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക, വെള്ളം നന്നായിട്ട് കുടിക്കുക, കുറച്ച് സമയം വെള്ളത്തിൽ ഇരുന്നോളൂ, ഹിബാത്ത് എടുത്തോളൂ. അരക്കെട്ടിനെ തണുപ്പിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അരക്കെട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന അവയവങ്ങളുടെ പ്രവർത്തന ശേഷി കൂടും, ദഹനം നന്നാവും, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാറും, നല്ല ശോധന കിട്ടും, പ്രോസ്റ്റേറ്റ് സംബന്ധമായ പ്രശ്നങ്ങൾ മാറും. സ്ത്രീകൾക്ക് ഉണ്ടാക്കുന്ന യൂട്രസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഏറ്റവും നല്ല പരിഹാരം 5 പൈസ പോലും ചെലവില്ലാത്തത് വെള്ളം. വായു, റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക. അരമണിക്കൂർ വ്യായാമം ചെയ്യാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല എന്നൊരു തീരുമാനം എടുക്കുക. ഒരു പക്ഷെ എല്ലാ ദിവസവും പറ്റിക്കൊള്ളുന്നില്ല, കാരണം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ ഭയങ്കര ബിസിയാണ്. ഏർലി മോർണിംഗ് വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് പറ്റില്ല. ആ സമയത്ത് നിങ്ങൾക്ക് പ്രാണായാമം പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഒരു വാഹനത്തിൽ ഇരുന്നിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെയ്യാം. ദീർഘമായ ശ്വാസം ഉള്ളിലോട്ട് എടുത്ത് ദീർഘമായ ശ്വാസം പുറത്തോട്ട് വിടുക, സിമ്പിൾ ആയിട്ട് ചെയ്യാം. അറിഞ്ഞുകൊണ്ടുള്ള ശ്വസനം, അതിനെയാണ് നമ്മൾ പ്രാണായാമം എന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ 2 ഗുണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ കപ്പാസിറ്റി കൂടും, ഓക്സിജന്റെ ലെവൽ കൂടും, നല്ല കൊളസ്ട്രോൾ കൂടും, പ്രതിരോധ ശേഷി കൂടും, രോഗങ്ങൾ വരില്ല. റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുന്ന ആളുകൾ, ഈവൻ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അല്പം കെയർ എടുത്തില്ലെങ്കിൽ പോലും കാര്യമായിട്ട് അസുഖങ്ങൾ വരാത്തതിന്റെ കാരണം അതാണ്. ഇപ്പൊ വെള്ളം, വായു, വ്യായാമം ചെയ്യുമ്പോൾ 2ാമത്തെ ഒരു ഗുണമുണ്ട്, നമ്മൾ നന്നായിട്ട് വിയർക്കും. 60 മുതൽ 70% ടോക്സിൻസ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് വിയർപ്പിലൂടെയാണ്. വിയർക്കാത്ത ശരീരത്തിനെ പേടിക്കണം. ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നതും, ഏറ്റവും കൂടുതൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ വരുന്നതും, ഏറ്റവും കൂടുതൽ മാരകമായ രോഗങ്ങൾ മുഴുവൻ വരുന്നത് വിയർക്കാത്ത ശരീരത്തിലാണ്. ടോക്സിൻസ് പുറത്തു പോകണില്ല. അപ്പോൾ വെള്ളം കുടിക്കുക, കുറച്ച് സമയം വെയിൽ കൊള്ളുക. അരമണിക്കൂർ രാവിലെയോ വൈകിട്ടോ ഇളം വെയിലോ പോക്കുവെയിലോ കൊള്ളുക. വെയിൽ കൊള്ളുന്നതിനെ കുറിച്ച് ഞാൻ അടുത്ത ഇതിൽ പറയാം, അതിൽ വരുന്നുണ്ട് അത്. അപ്പോൾ സർവ്വരോഗ സംഹാരിയാണ് വെയിൽ. നമ്മൾ മലയാളികൾ പൊതുവെ വെയിലിന്റെ കാര്യത്തിൽ ബാക്കിലാണ്. വെയിൽ കൊണ്ടാൽ അലർജി എന്ന് പറയുന്ന പലരുണ്ട്. അവരെ വെയിൽ കൊള്ളിച്ചുകൊണ്ട് മാത്രം അലർജി മാറ്റിയ 100 കണക്കിന് ആളുകളെ ഹിസ്റ്ററി എനിക്കറിയാം. കാരണം വെയിലിൽ നിന്ന് വൈറ്റമിൻ ഡി കിട്ടും, അത് പല്ലിനും വെല്ലിനും തൈറോയിഡിനും ഒക്കെ നല്ലതാണ്. ഈ പ്രശ്നങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. ഇനി പല്ലിനൊരു പ്രശ്നം വരുമ്പോൾ നമുക്ക് നമ്മുടെ ഓൾറൗണ്ടർ ടൂത്ത് പേസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്കൊരു ദന്തുമഞ്ചനുണ്ട്. ആ ദന്തുമഞ്ചിന്റെ കൂടെ ഗാമോറിസിനോടും കൂടി മിക്സ് ചെയ്തിട്ട് പല്ലുവേദനയുള്ള ഭാഗത്ത്, മോണവഴുപ്പുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ടൊക്കെ പല്ലുവേദനയും മോണവഴുപ്പും മാറുന്നത് കണ്ടിട്ടുണ്ട്.
നമ്മുടെ മുന്നിൽ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്തോ ഓപ്പർച്യൂണിറ്റി, രോഗങ്ങൾ മാറ്റാനുള്ള ഒരു അവസരമുണ്ട്. പക്ഷെ നമ്മളത് കണ്ടെത്തണമെന്ന് മാത്രം, അതിനെക്കുറിച്ച് കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുക, വെയിൽ കൊള്ളുക. സ്കിൻ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും വെയിൽ നല്ലതാണ്. സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് സൊറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക്, വെരിക്കോസ് പോലുള്ള പ്രശ്നങ്ങൾക്ക്, എക്സിമ അല്ലെങ്കിൽ ചെരങ്ങ്, അതിനൊക്കെ ഏറ്റവും നല്ലതാണ് വെയില്. നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ, ആർസിമിന്റെ ഹെൽത്ത് കാർഡ് ഓയിൽ അപ്ലൈ ചെയ്ത് അരമണിക്കൂർ രാവിലെ, അരമണിക്കൂർ വൈകിട്ടും വെയിൽ നന്നായിട്ട് കൊണ്ടുകഴിഞ്ഞാൽ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ മാറും. ഒരുപക്ഷെ ആദ്യം ഒന്ന് കൂടും, പിന്നീട് കുറയും. അപ്പൊ ജീവിതശൈലി രോഗങ്ങളെ മാറ്റാൻ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ, വെള്ളം കുടിക്കുക, വെയിൽ കൊള്ളുക. ഷുഗർ പേഷ്യൻസിന് ഇതിലും നല്ലൊരു മരുന്ന് വേറെയില്ല, വെയിലിനേക്കാൾ നല്ലൊരു മരുന്ന് വേറെയില്ല. റെഗുലർ ആയിട്ട് വെയിൽ കൊള്ളുക. പലരും പറയാം അവന് വെയിൽ കൊണ്ടാൽ പോരെ, ഷുഗർ വരില്ല. അത് അതിന് സപ്പോർട്ടിംഗ് ആണ്, അതുകൊണ്ട് മാത്രം മാറുന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ വെയില്, അതുപോലെ തന്നെ സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ എന്ന അസുഖം നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 10 ഈ പ്രശ്നം ഇപ്പൊ ഇന്ന് കേരളത്തിൽ കണ്ടുവരുന്നുണ്ട്. കാരണം എല്ലാവരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ജോലിയില്ല, അല്ലെങ്കിൽ ജോലി ഉണ്ടെങ്കിൽ തന്നെ വേണ്ടത്ര വരുമാനം ഇല്ല. അപ്പൊ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ആളുകൾ എന്തിലേക്ക് പോകും? ഡിപ്രഷനിലേക്ക് പോകും. അതിന് കഴിക്കുന്ന ന്യൂറോ സപ്രസൻസ് കഴിച്ചാൽ ഡിപ്രഷൻ ഒന്നുകൂടി കൂടുക ചെയ്യുക. പക്ഷെ അതിന് പകരമായിട്ട് അത് കഴിച്ചോട്ടെ, എന്റെ കൂടെ തന്നെ നന്നായിട്ട് വെയിൽ കൊള്ളുക, ഇളം വെയില്, പോക്ക് വെയില്, വണ്ടർഫുൾ ആയ റിസൾട്ട്. ചില ഹാപ്പി ഹോർമോൺസ് ഒക്കെ നമ്മുടെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കപ്പെടും. റോങ് ലൈഫ് സ്റ്റൈല്. അപ്പോൾ വെള്ളം, വെയില്, വായു, അതുപോലെ മണ്ണ്. ഒരു 10 മിനിറ്റ് മണ്ണിലൂടെ ചെരുപ്പിടാതെ നടക്കുക, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ഈ ചെരുപ്പ് മണ്ണിലൂടെ നടക്കാൻ പറ്റാത്ത ആളുകൾ എനർജി ബോർഡ് വാങ്ങിച്ചതിന്റെ മേലെ കയറി ഒരു 5 മിനിറ്റ് നിന്നാൽ മതി, വളരെ നല്ലതാണ്. കാലിനിടയിലെ പ്രഷർ പോയിന്റുകളൊക്കെ ആക്റ്റീവ് ആവും. മണ്ണിന് ഒരുപാട് രോഗങ്ങളെ മാറ്റാനുള്ള കഴിവുണ്ട്. പക്ഷെ നമുക്ക് മണ്ണുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വെള്ളമായി, വെയിലായി, മണ്ണായി, വായുവായി. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആകാശം. പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആകാശം. ആകാശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷം, അന്തരീക്ഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ്, സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിൽ ഒരുപാട് കോസ്മിക് പവേഴ്സ് ഉണ്ട്, സൂക്ഷ്മ ശക്തികളുണ്ട്. അതെല്ലാം നമ്മുടെ ശരീരത്തിൽ വരുന്നത് നമ്മൾ ഉപവാസങ്ങൾ എടുക്കുമ്പോഴാണ്. ഒരു പൂർണ്ണ ഉപവാസത്തിന്റെ കാര്യം ഞാൻ പറയുന്നില്ല. ഉപവാസം നമുക്ക് ഒരു അർദ്ധോപവാസമായിട്ട് എടുക്കാം. അതാണ് വേവിക്കാത്ത ഭക്ഷണം കഴിച്ചുള്ള ഒരു ജീവിതം. കഴിഞ്ഞ 18 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാനത് ഫോളോ ചെയ്യുന്നു. ഒരു നേരം വേവിക്കാത്ത ഭക്ഷണം കഴിക്കുന്ന ഒരു ശീലം. ഈ റോങ് ലൈഫ് സ്റ്റൈല് മാറ്റിക്കഴിഞ്ഞാൽ, കറക്റ്റ് ലൈഫ് സ്റ്റൈല് കൊണ്ടുവന്നാൽ ഈ രോഗങ്ങളൊക്കെ തനിയെ മാറും. ഒരു രോഗം വരില്ല. അതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്. സോ ശരീരത്തിൽ രോഗം വരാനുള്ള 4 കാരണങ്ങൾ ഞാൻ പറഞ്ഞു, ബേസിക് ആയിട്ടുള്ളത്. ഇനി മനസ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതിന്റെ മെയിൻ ആയിട്ടുള്ള 2 കാരണങ്ങൾ. ശരീരത്തിന് എന്ത് പ്രശ്നം ഉണ്ടാകുമ്പോഴും മനസ്സ് വ്യാകുലപ്പെടും, അല്ലെ? ഒരു തലവേദന വരുമ്പോൾ, ഒരു പനി വരുമ്പോൾ, ഒരു ജലദോഷം വരുമ്പോൾ, ചെറിയൊരു ആക്സിഡന്റ് പറ്റി കിടപ്പിലാവുമ്പോഴൊക്കെ നമ്മൾ മെന്റലി വളരെ വീക്കാവും. ഇപ്പൊ ശരീരത്തിന് വരുന്ന എന്ത് അസുഖങ്ങളും മനസ്സിനെ ബാധിക്കും. തിരിച്ചു അതെ, മനസ്സ് വീക്കാണെങ്കിൽ ആ ശരീരത്തിൽ ഒരിക്കലും ആരോഗ്യം ഉണ്ടാവില്ല. സോ മെന്റലി വി ഹാവ് ടു ബി വെരി 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 സ്ട്രോങ്. ദെൻ ഏറ്റവും കൂടുതൽ നമ്മളെ അലട്ടുന്ന, മാനസികമായിട്ട് അലട്ടുന്ന പ്രശ്നമാണ് ലാക്ക് ഓഫ് മണി. കയ്യിൽ പൈസ ഇല്ലാത്ത അവസ്ഥ. കീശകാലിയാണെങ്കിൽ ഉറക്കം വരില്ല, ടെൻഷൻ കൂടും, അല്ലെ? അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. അതിനുള്ള സൊല്യൂഷൻ എങ്ങനെ ആർസിമിലൂടെ കിട്ടുന്നു നമുക്ക് നോക്കാം. ദെൻ മൂന്നാമത്തെ പ്രശ്നമാണ് കോസ് ഓഫ് ഹെൽത്ത് ഇഷ്യൂസ്. ഒരു സമൂഹം എപ്പോഴും നല്ല ബന്ധങ്ങളില്ലാതെ എപ്പോഴും വ്യാകുലതകളിൽ പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ അവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആരോഗ്യം ഉണ്ടാവില്ല. ചില രാജ്യങ്ങളിലൊക്കെ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്, പുറത്തിറങ്ങാൻ പറ്റില്ല, സ്ത്രീകൾക്കൊക്കെ പുറത്തിറങ്ങാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വരുമ്പോ ഭയങ്കര റെസ്ട്രിക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ മെന്റലി വളരെ ഇതായിരിക്കും, അവിടെ ഭീതിയായിരിക്കും, അവിടെ മനസ്സിൽ എപ്പോഴും ഭയമായിരിക്കും. അങ്ങനെ ഒരു മേഖലയിൽ, ഒരു ഏരിയയിൽ ആരോഗ്യം ഉണ്ടാവില്ല. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് കിട്ടുന്നതാണ് അതിനെക്കുറിച്ചാണ് WHO പറയുന്നത്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നത്, ഇറ്റ് ഈസ് ദ വെൽബീയിങ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സൊസൈറ്റി. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് തരാൻ പര്യാപ്തമായ ഒരു പ്രസ്ഥാനമാണ് ആർസിഎം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇതിൽ ധാരാളം ആളുകൾ ആർസിഎമ്മിൽ മെമ്പർഷിപ്പ് എടുത്തവരുണ്ട്, കുറച്ചുപേര് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട്, കുറച്ചുപേര് ആരോഗ്യ ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നവരുണ്ട്, ഇതിനെ സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ലീഡേഴ്സ് ഉണ്ട്. ആലോചിച്ച് നോക്കുക, ഇതിനെ പെർഫെക്റ്റ്ലി സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റം, ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ആർസിഎം. ഈ 3 കാര്യങ്ങൾ, ഇറ്റ് ഈസ് ദ വെൽബീയിങ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സൊസൈറ്റി. ഇനി ഇപ്പൊ നമുക്ക് നല്ല ആരോഗ്യം വേണമെങ്കിൽ, ഞാൻ ഒരു സൈഡാണ് ഞാൻ കൂടുതൽ എടുക്കുന്നത്. നല്ല ആരോഗ്യം വേണമെങ്കിൽ എന്ത് വേണം? നല്ല പ്രതിരോധ ശേഷി വേണം, അല്ലേ? നമ്മൾ പറയാറുണ്ട് ചാഞ്ഞ മരത്തിൽ ആർക്ക് വേണമെങ്കിലും ഓടിക്കയറാം. ചാഞ്ഞ മരത്തിൽ ആർക്ക് വേണമെങ്കിലും ഓടിക്കയറാം. അപ്പൊ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി ചാഞ്ഞു കിടന്നാൽ അവിടെ വൈറസും ബാക്ടീരിയ ഒക്കെ വരും, ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ധാരാളം ആളുകൾക്ക് കൊറോണ വന്നു, ചിലർക്ക് കൊറോണ വന്നില്ല. വായി ഒരു ശരീരത്തിൽ പ്രതിരോധ ശേഷി കൂടുതലുണ്ടായിരുന്നു. അപ്പോ സിംറ്റംസ് ഓഫ് ഹൈ ഇമ്മ്യൂണിറ്റി, ഏറ്റവും ഉയർന്ന പ്രതിരോധ ശേഷിയുടെ 8 ലക്ഷണങ്ങളാണ്. പല ക്ലാസ്സുകളും പറഞ്ഞിട്ടുണ്ട്, എത്ര കേട്ടാലും മതിയാവില്ല, വീണ്ടും നമ്മൾ കേൾക്കണം. കാരണം കേട്ടതൊക്കെ നമ്മൾ ഭംഗിയായിട്ട് മറന്നു. ഓക്കെ, സോ ആദ്യത്താണ് ക്ലിയർ മോഷൻ. ശോധന എന്നൊരു പ്രശ്നം എല്ലാ ആളുകൾക്കും ഉണ്ട്. ശോധന കൃത്യമായിട്ട് വരുന്ന പ്രശ്നമില്ല. 5ഉം 6ഉം 7ഉം 8ഉം തവണ ഭക്ഷണം കഴിക്കുമ്പോൾ 5ഉം 6ഉം 7ഉം 8 നമ്മൾ ടോയ്ലറ്റ് പോകണം. സപ്പോസ് ടു ബി ലോജിക്കലി നമ്മൾ ചിന്തിച്ചാൽ വേണ്ട. 8 തവണ ഭക്ഷണം കഴിച്ചാൽ അറ്റ്ലീസ്റ്റ് 2 തവണ ടോയ്ലറ്റിൽ പോകണം. അത് പോകാറില്ലേ?
ഒരു തവണ തട്ടിമുട്ടി പോകും, ചിലപ്പോൾ 2-3 ദിവസം കൊണ്ടുപോകും. ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ടോയ്ലറ്റിൽ പോകുന്ന ഒരു സ്ത്രീയുടെ എന്നെ കാണാൻ വന്നു. ഒരൊറ്റ തവണ വയറിളക്കാൻ മരുന്ന് കൊടുത്തപ്പോൾ അത് മരുന്ന് നമ്മുടെ ഉദർസഭ കൊണ്ടാവില്ല, അവിടെ എല്ലാ പ്രശ്നവും ഒരാഴ്ച കൊണ്ട് മാറി, എല്ലാ പ്രശ്നവും മാറി. സോ ക്ലിയർ മോഷൻ. ഈ ശോധന കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ഫൈബറസ് ഫുഡ് ധാരാളം കഴിക്കണം. ഏറ്റവും ശോധന കിട്ടാൻ സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ. രാവിലെയും വൈകിട്ട് ഒരു 10 മുതൽ 15 ml വെറും വയറ്റിൽ കഴിച്ചോളൂ. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ അല്പം ചൂടുവെള്ളം കൂടി കുടിച്ചോളൂ, നല്ല ശോധന കിട്ടും. കാരണം അതിൽ ധാരാളം ഫൈബർ ഉണ്ട്. റൈസ് ബ്രാൻ ഓയിൽ, ഹെൽത്ത് കാർഡ് ഓയിൽ 2 തരത്തിലുള്ള ഫൈബർ ഉണ്ട്. സൊലുബിൾ ഫൈബർ ആൻഡ് ഇൻസൊലുബിൾ ഫൈബർ. സൊലുബിൾ ഫൈബർ ചെയ്യുന്നത് നമ്മുടെ ലിവറിന്റെ മേലെ അടിഞ്ഞുകൂടിയ ഫാറ്റിനെ മൊത്തം അലിയിപ്പിച്ച് കളയും. അപ്പൊ ഫാറ്റി ലിവറുള്ള ആളുകൾക്ക് കഞ്ഞിവെള്ളവും തവിടെണ്ണയും ഒക്കെ നല്ലതാണ്. പലരും പറയാറുണ്ട്, എനിക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നം, ഞാൻ റൈസ് ബ്രാൻ ഓയിൽ കഴിച്ച പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല, ധൈര്യമായിട്ട് കഴിച്ചോളൂ. ഇനി ഇൻസുലിൻ ഫൈബർ എന്താ ചെയ്യുക? നമ്മുടെ ദഹനം നന്നാക്കും. ദഹനം നന്നാക്കുമ്പോൾ സർവ്വ പ്രശ്നങ്ങളും മാറും. ദഹനം നന്നാക്കും, ആഗിരണവും നന്നാക്കും, സ്വാംശീകരണവും നന്നാക്കും. അപ്പോൾ ക്ലിയർ മോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്നിട്ടും നല്ല ശോധന കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഉദർസഭ കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് അത് കുടിക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക. വയറൊന്ന് അടഞ്ഞു പോകും. ആദ്യമായിട്ട് കഴിക്കുന്ന സമയത്ത് ഒരു ഒടുവിനത്തിന് തലേന്ന് കഴിച്ചോളൂ. ചില ആളുകൾക്ക് 2-3 തവണ പോകും. അപ്പൊ ജോലിക്ക് പോകുന്ന ആളുകൾക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ വരാം. ഉദരത്തിനെ ശുദ്ധീകരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾക്ക് നല്ല ശോധന കിട്ടുന്നില്ലെങ്കിൽ നമ്മുടെ അലോവേര ജ്യൂസ് ഉണ്ട്. അലോവേരയിൽ ഇപ്പോൾ ഒരു അഡീഷണൽ 2 കണ്ടന്റ് കൂടി ഉണ്ട്. നെല്ലിക്കയുടെ ജ്യൂസ് ഉണ്ട്, സീബക്തോൺ ഉണ്ട്. അപ്പൊ ഇന്ത്യയിലെ ഇൻഫ്ലമേഷൻ ഒക്കെ നല്ലതാണ്. അത് ഏറ്റവും നല്ലതാണ്. അത് 30 ml കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് 2 നേരം പ്രിഫറബിളി വെറും വയറ്റിൽ കഴിച്ചോളൂ. അപ്പൊ നല്ല ശോധന കിട്ടും. അപ്പൊ നല്ല ശോധന കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫൈബ്രസ് ഫുഡ് കഴിക്കണം. ഈ പറഞ്ഞതിലൊക്കെ ധാരാളം ഫൈബർ ഉണ്ട്. തവിടെണ്ണയിൽ ഫൈബർ ഉണ്ട്. പിന്നെ നമ്മുടെ പ്രോട്ടീൻ, എനി ടൈപ്പ് ഓഫ് പ്രോട്ടീൻ, നമുക്ക് 7-8 തരത്തിലുള്ള പ്രോട്ടീൻ ഉണ്ട്. ഏത് പ്രോട്ടീനും കഴിച്ചു അതിലെല്ലാം ധാരാളം ഫൈബർ കണ്ടന്റ് ഉണ്ട്. ഇതിനേക്കാൾ നന്നായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഹിറ്റ് ബാത്ത് എടുക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ശോധന നന്നാവും. കാരണം അരക്കെട്ട് തണുക്കുകയാണ്. അപ്പൊ മാക്സിമം വേണ്ടാത്തതെല്ലാം, ടോക്സിൻസ് എല്ലാം പുറത്തു പോകാനുള്ള ഒരു ശ്രമം ശരീരം തന്നെ നടത്തും. അപ്പൊ ക്ലിയർ മോഷൻ കിട്ടാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി കടുത്ത മലബന്ധമാണെങ്കിൽ ഇതുകൊണ്ടൊന്നും ആവില്ല. അപ്പൊ ആവണക്കെണ്ണ തന്നെ വേണം. ആവണക്കെണ്ണ ഒരു 2 ടീസ്പൂൺ ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒഴിച്ച് അല്പം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് രാത്രി കിടക്കുന്ന സമയത്ത് കഴിക്കുക. നല്ല ശോധന കിട്ടും. നല്ല ശോധന കിട്ടിയ ആ ദിവസം മുഴുവൻ നിങ്ങൾ ഫ്രഷ് ആയിരിക്കും. എല്ലാ പ്രശ്നങ്ങളും വയറ്റിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ശോധനക്കുറവ് വരാനുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ അസിഡിറ്റി കൂടുന്നതാണ്. അസിഡിറ്റി കൂടാനുള്ള കാരണം ബ്ലഡിൽ നമ്മൾ കഴിക്കുന്നത് പ്രത്യേകിച്ച് ആൽക്കലി നാച്ചുറൽ ഭക്ഷണം തീരെ കഴിക്കാതിരിക്കുക. അതായത് വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കാതിരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ധാരാളം വേവിക്കാത്ത പച്ചക്കറികൾ കഴിക്കുന്ന ഒരു ശീലം കൊണ്ടുവരിക. നമ്മളൊരു പ്ലേറ്റിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ചോറിന്റെ അളവ് കുറയ്ക്കുക. 1/3 ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി, വേവിച്ച ഭക്ഷണം, 1/3 വേവിക്കാത്ത പച്ചക്കറികൾ, 1/3 വേവിച്ച കറികൾ. അതായത് നമ്മുടെ ഏതാണോ കറി അത് ഉപയോഗിക്കാം. 1/3 ഈ റേഷ്യോ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്താൽ നമ്മുടെ സർവ്വ പ്രശ്നങ്ങളും മാറും. കാരണം എല്ലാ രോഗങ്ങളും വരുന്നത് വയറുന്നാണ്. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് ആമാഹി സർവ്വരോഗണം, ആമാശയമാണ് സർവ്വരോഗങ്ങളുടെയും ഹേതു. സോ മോഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇത് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ സർവ്വ പ്രശ്നങ്ങൾ മാറും. ഓക്കെ, നല്ല ശോധനയ്ക്ക് ഇത്. അപ്പൊ ഈ ശോധന കുറയാനുള്ള ഒരു കാരണം അസിഡിറ്റി കൂടുന്നത്. അപ്പൊ അസിഡിറ്റി കുറയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? രാവിലെയും വൈകിട്ട് ഒരു 6 മണിക്ക് ഒരു ഗ്ലാസ് കുക്കുംബർ ജ്യൂസ് കഴിക്കുക. കക്കിരിയുടെ ജ്യൂസ് ചെത്തുക, മിക്സിയിൽ അരിക്കുക, നേരിട്ട് കഴിക്കുക. രാത്രി അത്താഴം കഴിഞ്ഞ് കിടക്കുന്ന സമയത്ത് ഒരു കക്കിരി കടിച്ചു തിന്നോളൂ. അപ്പൊ ഈ ഒരു ശീലം നമ്മൾ കൊണ്ട് ശരീരത്തിന്റെ കംപ്ലീറ്റ് അസിഡിറ്റിയെ മാറ്റാൻ നല്ലതാണ്. അപ്പൊ ക്ലിയർ മോഷൻ മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. രണ്ടാമതാണ് മെയിൻറ്റെയിനിങ് കറക്റ്റ് ബോഡി വെയിറ്റ്. ചില ആളുകൾക്ക് ശരീരത്തിന്റെ ചൂട് പെട്ടെന്ന് കൂടും, ചൂട് പെട്ടെന്ന് കുറയും. വെയിറ്റ് കൂടും, വെയിറ്റ് കുറയും. സോ മെയിൻറ്റെയിനിങ് കറക്റ്റ് ബോഡി വെയിറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. അപ്പൊ വെയിറ്റ് കൂടുകയാണെങ്കിൽ, വെയിറ്റ് കൂടാൻ കാരണമുണ്ട്. ഒരു കാരണം നമ്മൾ ഭക്ഷണം നന്നായിട്ട് കഴിക്കും, വ്യായാമം ചെയ്യില്ല. അപ്പൊ എന്ത് ചെയ്യണം? റെഗുലർ ആയിട്ട് വ്യായാമം ചെയ്യുക. 1800 കാലറി ഊർജ്ജമൊക്കെ ഇപ്പോൾ ധാരാളമാണ്. പക്ഷെ കഴിക്കുന്ന ഭക്ഷണത്തിൽ 2500-3000 കാലറി ഊർജ്ജം കിട്ടിക്കഴിഞ്ഞാൽ എക്സ്ട്രാ വരുന്ന ഊർജ്ജം മുഴുവൻ ശരീരം എന്തായിട്ട് മാറ്റും? ഫാറ്റായിട്ട് കൺവെർട്ട് ആവും. എന്നോട് പലരും പറയാറുണ്ട്, ഞാൻ എണ്ണപ്പലഹാരം തൊടില്ല, ബേക്കറിയിൽ ഞാൻ കയറാറില്ല, നോൺ വെജ് കൈകൊണ്ട് പോലും തൊടാറില്ല, എന്നിട്ട് ഞാൻ തടിക്കുന്നു. കാരണം ദർ ഇസ് നോ എക്സസൈസ്. പല വീട്ടമ്മമാരും പറയാറുണ്ട്, എനിക്ക് എക്സസൈസ് ചെയ്യാൻ നേരം കിട്ടുക. രാവിലെ തൊട്ട് വൈകുന്നേരം വീട്ടിൽ തന്നെ പണിയാണ്. വീട്ടിൽ ഒരു 4 കിലോമീറ്റർ 3.5-4 കിലോമീറ്റർ വരെ ഒരു സ്ത്രീ ഒരു ദിവസം നടക്കും. അത്യാവശ്യം വലിയൊരു വീടാണെങ്കിൽ 3.5-4 കിലോമീറ്റർ ഒരു ദിവസം അവർ നടക്കുന്നുണ്ട്. പക്ഷെ അത് വ്യായാമമല്ല. വ്യായാമം സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്യുക. കാരണം വ്യായാമം ചെയ്യുമ്പോൾ, അത് ഒടുവിൽ പറയാം, എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു ഹാപ്പിനെസ് ഉണ്ടാവും. ജോലി ചെയ്യുമ്പോൾ ആർക്കും വലിയ ഹാപ്പിനെസ് ഒന്നും ഉണ്ടാകും. സോ മെയിൻറ്റെയിനിങ് കറക്റ്റ് ബോഡി. വെയിറ്റ് കൂടാനുള്ള കാരണം. ഇനി വെയിറ്റ് കുറയാനോ? വെയിറ്റ് കുറയാനുള്ള കാരണം പല അസുഖങ്ങളായിരിക്കും. ഇപ്പൊ TB, ട്യൂബർകുലോസിസ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും. ഷുഗർ പേഷ്യൻസിന് പെട്ടെന്ന് വെയിറ്റ് ലോസ് ഉണ്ടാവും. അത് എന്താണ് അതിന്റെ കാരണം എന്ന് കണ്ടെത്തിയിട്ട് അതിനെ പരിഹരിക്കുക. അതിന് ജനറൽ ആയിട്ട് വെയിറ്റ് ലോസ്, ഇപ്പോ ജനിക്കുന്ന കുട്ടിക്ക് ബർത്ത് വെയിറ്റ് കുറവാണെങ്കിൽ
വേണ്ടത്ര ബോഡി വെയിറ്റ് ഉണ്ടാവില്ല. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾ എന്തൊക്കെ ചെയ്താലും ബോഡി വെയിറ്റ് പരിധി വിട്ട് കൂടെ. അപ്പൊ ബർത്ത് വെയിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പല ആളുകളും വളരെ മെലിഞ്ഞ കുട്ടികളെ കൊണ്ടുവരുമ്പോൾ ഞാൻ ചോദിക്കും, അമ്മയോട് ചോദിക്കും എത്രയുണ്ടായിരുന്നു ബോഡി വെയിറ്റ്. വളരെ കുറവാണ്, 2.1 2.3 ആ റേഞ്ചിലേക്ക് വരും. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏകദേശം 3.5 ആവറേജ് വരാറുണ്ട്. അപ്പൊ ബോഡി വെയിറ്റ് കുറഞ്ഞ ഒരു കുട്ടി വളർന്നാലും അവർക്ക് പലപ്പോഴും ബോഡി വെയിറ്റ് വെക്കാറില്ല. അപ്പൊ ഇത്തരം കേസുകളിൽ വെയിറ്റ് വല്ലാണ്ട് കൂടിയ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ന്യൂട്രിചാർട്ട് SNF കൊടുക്കാം. SNF കൊടുത്ത് വെയിറ്റ് കുറയ്ക്കാൻ. കാരണം നമ്മുടെ ശരീരത്തിൽ എക്സ്ട്രാ വെയിറ്റ് അത് ചെക്ക് ചെയ്യാൻ ഒരു മെഷീൻ നമ്മുടെ കയ്യിലുണ്ട്. അതിന്റെ പേരാണ് ബോഡി സ്കാനർ. ആ ബോഡി സ്കാനറിന്റെ മേലെ കയറി നിന്ന് ഹൈറ്റും വെയിറ്റും ജെൻഡറും അതിൽ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ BMI എന്നൊരു കോളം വരും, ബോഡി മാസ് ഇൻഡെക്സ്. ബോഡി മാസ് ഇൻഡെക്സ് ഒരു 20-നും 25-നും ഇടയ്ക്കാണ് ഐഡിയൽ. അതിൽ വല്ലാണ്ട് ഒരു 29 ഒക്കെ കൂടി കഴിഞ്ഞാൽ അവർക്ക് ഒബീസിറ്റി ഉണ്ട്, പൊണ്ണത്തടി ഉണ്ട്. അപ്പൊ വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് ന്യൂട്രിചാർട്ട് SNF കൊടുക്കാം. അത് ഒരു സിറ്റുവേഷൻ അനുസരിച്ച് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഒരു 3 മുതൽ 5 മാസം കൊണ്ട് കറക്റ്റ് ബോഡി വെയിറ്റ് വരുന്നവരെ നമുക്കത് കൊടുക്കാം. ആവറേജ് ഒരു 1.25-2.25 കിലോ വരെ ഒരു മാസം തൂക്കം കുറയുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അപ്പോൾ ബോഡി വെയിറ്റ് കറക്റ്റ് ആക്കാൻ ന്യൂട്രിചാർട്ട് SNF ഗുണം ചെയ്യും. അതേപോലെ തന്നെ തീരെ മെലിഞ്ഞ ആളുകൾക്ക് വെയിറ്റ് ഒന്ന് കൂട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂട്രിചാർട്ട് ഗെയിനർ ഉപയോഗിക്കാം. അതിന്റെ കൂടെ ന്യൂട്രിചാർട്ട് കൊക്കോ പ്രൊഡക്റ്റും കൂടി ചേർത്ത് റെഗുലർ ആയിട്ട് കഴിക്കുക. 2-3 മാസം കൊണ്ട് വണ്ടർഫുൾ ആയ റിസൾട്ട് കിട്ടും. പ്രത്യേകിച്ച് വിവാഹപ്രായമെത്തിയ പെൺകുട്ടികളിലൊക്കെ വളരെ മെലിഞ്ഞ കേസുകളിൽ അവർ കല്യാണം കഴിഞ്ഞാലും അവർക്ക് കുട്ടികൾ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്, കൺസീവ് ആവാൻ ബുദ്ധിമുട്ടാണ്. ഇനി കൺസീവ് ആയി കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും അബോർഷന് സാധ്യത കൂടുതലാണ്. നമ്മൾ BMI അത് പ്രത്യേകിച്ച് ഒരു 14 താഴെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വളരെ ഡേഞ്ചറസ് ആണ്. അപ്പൊ അത്തരം കേസുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ന്യൂട്രിചാർട്ട് ഗെയിനറിന്റെ കൂടെ കൊക്കോ പ്രൊഡക്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല റിസൾട്ട് കിട്ടും. ഓക്കെ. മാത്രമല്ല അത് ഹോർമോണൽ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാൻ അത് നല്ലതാണ്. അപ്പോൾ മെയിൻറ്റെയിനിങ് കറക്റ്റ് ബോഡി വെയിറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അതിന് ഏറ്റവും നല്ലതാണ് വെയിറ്റ് കൂട്ടാൻ ഏറ്റവും നല്ലതാണ് എള്ള്. രാവിലെ ഒരു പിടി, തീരെ മെലിഞ്ഞ കുട്ടികളോട് പാരന്റ്സിനോട് നമ്മൾ പറയാറുണ്ട്, ഒരു പിടി എള്ള് രാവിലെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കുക. എള്ളിന് മറ്റൊരു ഗുണം കൂടി ഉണ്ട്, അതിൽ ധാരാളം ഫോസ്ഫറസ് ഉണ്ട്. അത് മുടി ഉണ്ടാവാനും നല്ലതാണ്. അപ്പൊ മുടി കുഴിച്ചിലുള്ള ആളുകൾക്ക് എള്ള് കഴിക്കുന്നത് നല്ലതാണ്. ഒരു 2 ടീസ്പൂൺ എള്ള് ഡെയിലി രാവിലെ കഴിച്ചോളൂ, ഡെയിലി വൈകിട്ട് കഴിച്ചോളൂ. പണ്ട് കാലത്തൊക്കെ ഒരു സ്ത്രീ പ്രസവിച്ച് കിടക്കുമ്പോൾ ഒരു 3-4 മാസം പ്രസവ ശുശ്രൂഷയായിട്ട് കൊടുക്കുന്ന ഒരു സാധനമുണ്ട്, എള്ള്, ശർക്കര, അതുപോലെ തന്നെ ചുക്കുപൊടിയും കൂടിയും ചേർത്ത് ഇടിച്ച് എള്ളുണ്ടയാക്കി വെക്കുക. രാവിലെയും വൈകിട്ട് ഓരോന്ന് കഴിക്കും. 6 മാസം കഴിഞ്ഞ് പ്രസവ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും അത്തരം സ്ത്രീകൾക്ക് നല്ലപോലെ മുടിയുണ്ടോ. അപ്പൊ മുടി ഉണ്ടാവാൻ എള്ള് നല്ലതാണ്, പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പൊ മെയിൻറ്റെയിനിങ് കറക്റ്റ് ബോഡി വെയിറ്റ്. മൂന്നാമതാണ് സ്കിൻ, ക്ലിയർ സ്കിൻ. നിങ്ങളുടെ സ്കിന്നിൽ നോക്കുക, പല ആളുകൾക്കും ശരീരത്തിൽ ഇങ്ങനെ കറുത്ത പാടുകള്, കുത്തുകള്, കാക്കപ്പുള്ളികൾ ഇങ്ങനെ കുടി ഇമ്മ്യൂണിറ്റി കുറയുന്നതിന്റെ ലക്ഷണമാണ്. അപ്പൊ സ്കിന്ന് കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? സ്കിന്നിനെ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടതാണ് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസിയാണ് അത് കാണിക്കുന്നത്. ബേസിക് ആയിട്ട് പ്രോട്ടീന്റെ ഡെഫിഷ്യൻസി. പിന്നെ സ്കിന്നിൽ എന്ത് പ്രശ്നം വരുന്നത്, നമ്മുടെ ബ്ലഡ് ശരിയല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലം വരും. അപ്പൊ ബ്ലഡിനെ പ്യൂരിഫൈ ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഏറ്റവും നല്ലതാണ് നമ്മുടെ ഗിലോയ് തുളസി. ഒരു 30 ml 2 നേരം. ഇപ്പൊ ഗിലോയ് തുളസി 9 ഔഷധികൾ കൂടി ചേർത്തിട്ടാണ് ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗിലോയ് തുളസി രാവിലെയും വൈകിട്ടും ഒരു അല്പം ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 2 നേരം വെറും വയറ്റിൽ കഴിച്ചോളൂ. ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടും. ഓട്ടോമാറ്റിക്കലി സ്കിൻ പ്രോബ്ലം മാറും. ഇനി ഇതേപോലെ തന്നെ സ്കിന്നിന് എക്സ്റ്റേണലി നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഹെൽത്ത് കാർഡ് ഓയിൽ അപ്ലൈ ചെയ്യാം. സ്കിന്നിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അത് നല്ലതാണ്. പ്ലസ് പ്രോട്ടീൻ വേണ്ടത്ര അളവിൽ ശരീരത്തിൽ ഇല്ലെങ്കിൽ സ്കിന്നൊക്കെ വളരെ ഡ്രൈ ആയിരിക്കും. പല ആളുകളും പറയാറുണ്ട്, ഞാൻ പലതരത്തിലുള്ള ക്രീം ഉപയോഗിക്കുന്നുണ്ട്, ഏത് ക്രീം ഉപയോഗിച്ചാലും എന്റെ സ്കിന്നെ എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതെങ്കിൽ അതിന്റെ കാരണം ലോ പ്രോട്ടീന്റെ ഇൻഡിക്കേഷൻ ആണ്. അപ്പോൾ നല്ല സ്കിന്ന്, തിളങ്ങുന്ന സ്കിന്ന് കിട്ടാൻ ഇത് നല്ലതാണ്. അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ന്യൂട്രിചാർട്ട് വെജ് ഒമേഗ 1 വീതം 2 നേരം കഴിക്കാം. സ്കിന്നിന് നാച്ചുറൽ ആയിട്ടുള്ള ഗ്ലോ കിട്ടാൻ അത് സഹായിക്കും. സോ ക്ലിയർ സ്കിൻ ഈസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ഹൈ ഇമ്മ്യൂണിറ്റി. അപ്പൊ ഒരാളുടെ ശരീരം കണ്ട്, മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം എല്ലാ രോഗങ്ങളൊക്കെ ഇത് ഇന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സോ ക്ലിയർ സ്കിൻ. 4മതാണ് അബ്സെൻസ് ഓഫ് ലേസിനെസ്. നമുക്ക് എപ്പോഴും മടി ഉണ്ടാവുക. നമുക്ക് മടി ഉണ്ടാവാൻ നമുക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നും അല്ലെങ്കിൽ എപ്പോഴും മടിയായിരിക്കും, ഒന്നും ചെയ്യാനില്ല, അപ്പൊ നമ്മൾ മടിച്ചിരിക്കും. മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ശരീരത്തിൽ എനർജി ലോ ആണെങ്കിൽ, ലോ എനർജി വരാനുള്ള ഒരു കാരണം നമ്മുടെ ശരീരത്തിൽ അയൺ കണ്ടന്റ് കുറയുന്നതാണ്. അയൺ കണ്ടന്റ് കുറയുമ്പോൾ ഹിമോഗ്ലോബിൻ കുറയുമ്പോൾ നല്ല കൊളസ്ട്രോൾ കുറയും, പ്രതിരോധ ശേഷി എന്നും ഒരു ഉഷാറില്ലാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഭൂരിപക്ഷം ആളുകളും വയ്യ എന്ന് പറയുന്നത്. അതിൽ പുരുഷന്മാർക്ക് സ്ത്രീകൾക്ക് എന്ത് ഉപയോഗിക്കാം? ന്യൂട്രിചാർട്ട് മെൻ ഉപയോഗിക്കാം, ന്യൂട്രിചാർട്ട് വുമൺ ഉപയോഗിക്കാം. മെന്നിലും വിമണിലും നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം വേണ്ട അയൺ കണ്ടന്റ് ഉണ്ട്. സ്ത്രീകളുടെ ശരീരത്തിലാണെങ്കിൽ മിനിമം 21 മില്ലിഗ്രാം അയൺ ഒരു ആർത്തവം സ്റ്റാർട്ട് ചെയ്ത ഒരു സ്ത്രീക്ക് ഡെയിലി വേണം. അത്രയും അയൺ കിട്ടാനുള്ള ഒരു അളവ് ന്യൂട്രിചാർട്ട് വുമണിലുണ്ട്. അത് റെഗുലർ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അവർ എനർജി ലെവൽ കൂടുമ്പോൾ മടി തന്നെ മാറും. ഓക്കെ. സോ അബ്സെൻസ് ഓഫ് ലേസിനെസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ എക്സ്പീരിയൻസിങ് സ്ട്രോങ് സെൻസ് ഓഫ് ഹങ്കർ, അതായത് നല്ല വിശപ്പ് തോന്നുക. എന്റെ അടുത്ത് വരുന്ന എല്ലാ പേഷ്യൻസിനോടും ഞാൻ ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് വിശപ്പ്? അവർ പറയും നല്ല വിശപ്പാണ്,
തീരെ വിശപ്പില്ല, വല്ലപ്പോഴൊക്കെ കഴിക്കും. അപ്പൊ വിശപ്പ് നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. എന്ന് വെച്ച് ഇപ്പൊ ഷുഗർ പേഷ്യൻസിന് വയറിങ്ങനെ ഇടയ്ക്കാനെ കത്തിക്കാളും, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ തോന്നും. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശരിയായ ഭക്ഷണം ശരിയായ സമയത്ത് കഴിച്ച് ശരിയായ ദഹനം നടന്നതിന് ശേഷം വയറ് കാലിയാവും. ആ സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു അവസ്ഥ, അതിനാണ് ശരിയായ വിശപ്പ് എന്ന് പറയുന്നത്. ആ വിശപ്പ് കുറവാണെങ്കിൽ വിശപ്പ് കൂട്ടണം. വിശപ്പ് കൂട്ടാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ അഗ്നി സന്ദീപൻ ചോറിന് 1 ടീസ്പൂൺ അഗ്നി സന്ദീപൻ. അഗ്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറിനുള്ളിലുള്ള അഗ്നി. അത് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്ത് 3 നേരം ഭക്ഷണത്തിന് അരമണിക്കൂർ മുമ്പ് കഴിക്കുക. ഒരു ഡബ്ബ തീരുമ്പോഴേക്കും നിങ്ങളുടെ വിശപ്പ് ഓൾമോസ്റ്റ് ഓക്കെ ആവും. ഓക്കെ. ഇനി നല്ല വിശപ്പ് ഉണ്ടാകാൻ നമ്മളെ സഹായിക്കുന്ന അലോവേര ജ്യൂസ്, അത് കഴിക്കാം. അപ്പൊ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം മൊത്തം നീറ്റ് ആൻഡ് ക്ലീൻ ആവും. ഇനി നല്ല വിശപ്പ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന മറ്റൊന്നാണ് നമ്മുടെ സഞ്ജീവനി പ്രാശം. കുട്ടികൾക്ക് കൊടുത്തോളൂ. ഭക്ഷണം തീരെ കഴിക്കാത്ത കുട്ടികൾക്ക് അത് കൊടുത്തോളൂ. 2 നേരം ഓരോ ടീസ്പൂൺ വെച്ച് കൊടുത്തോളൂ. വണ്ടർഫുൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും. കാരണം സാധാരണ ചവനപ്രാശം നമ്മൾ വെറും ശർക്കരയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ശർക്കരയുടെ കൂടെ തേനും കൂടി ചേർത്തിട്ടുണ്ട്. മാത്രമല്ല സവിശേഷമായ ഒരുപാട് ചേരുവകൾ അതിൽ ചേർത്തിട്ടുണ്ട്. അപാലവൃദ്ധം ജനങ്ങൾക്കും ജലദോഷം മുതൽ ക്യാൻസർ വരെ എല്ലാ അസുഖങ്ങൾക്കും നമുക്ക് കൊടുക്കാം. ഇതൊന്നും ഒരു മരുന്നല്ല, നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി കൂട്ടാനുള്ള ചില പ്രൊഡക്റ്റുകളാണ്. എക്സ്പീരിയൻസിങ് സ്ട്രോങ് സെൻസ് ഓഫ് ഹങ്കർ. അപ്പോ നല്ല വിശപ്പ് ഉണ്ടാവണമെങ്കിൽ ഇത് നമുക്ക് ചെയ്യാം. ഓക്കെ. എക്സ്പീരിയൻസിങ് സ്ട്രോങ്. അപ്പൊ വിശപ്പ് കുറവാണെങ്കിൽ വിശപ്പ് കൂട്ടണം. നല്ല വിശപ്പ് നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അടുത്ത ഒരു ഇൻഡിക്കേഷൻ ഡീപ് സ്ലീപ്പ്. ഉറക്കം തീരെ കുറഞ്ഞ് ഇഷ്ടംപോലെ കേസുകളുണ്ട്. ഒരു 90% ആളുകൾക്ക് ഉറക്കമില്ല. ഉറക്കമില്ലാത്തത് കൊണ്ട് ഉറങ്ങാൻ ലേറ്റ് ആവുന്നുണ്ട്. 2-2 അപ്പോ ആവറേജ് 7 മണിക്കൂർ 8 മണിക്കൂർ എന്നൊക്കെ പറയും. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 5 മണിക്കൂറെങ്കിലും നിങ്ങൾ ഡീപ് സ്ലീപ്പ്, സ്വപ്നങ്ങളില്ലാത്ത ആഴത്തിലുള്ള ഉറക്കം നിങ്ങൾ കിട്ടാൻ സാധിച്ചാൽ ശരീരത്തിന്റെ കംപ്ലീറ്റ് മെയിൻ്റനൻസ് വർക്ക് അവിടെ നടക്കും. പ്രത്യേകിച്ച് ലിവറിനൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു ലിവറിന്റെ മെയിൻ്റനൻസ് വർക്ക് മുഴുവൻ നടക്കുന്നത് പുലർച്ചെ മീൻസ് രാത്രി ഒരു 10:30 മുതൽ ഒരു 3:30 വരെയുള്ള ടൈമിലാണ്. ആ ടൈമിൽ നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ നിങ്ങളുടെ ലിവർ സംബന്ധമായ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പൊ ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഭൂരിപക്ഷം ആളുകളും 11:30-12 മണിക്ക് കിടന്നുറങ്ങുന്ന ആളുകളാണ്. അപ്പൊ നമുക്ക് നമ്മൾക്ക് എന്തെങ്കിലും ഒരു അസുഖം വരുന്നുണ്ടെങ്കിൽ അതിന് പുറകിൽ ഒരു കാരണമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല അനങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിൽ ഒരു കാറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ നല്ല ഉറക്കം നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. ഉറക്കം തീരെ കുറവാണെങ്കിൽ ഞാൻ ഉറക്ക കൂടുതലെ കുറിച്ച് ആദ്യം പറയും. ഉറക്ക കൂടുതൽ ക്ഷീണം കൊണ്ട് ഉറങ്ങും അല്ലെ. തൈറോയ്ഡ് സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആളുകൾ, ഹൈപ്പോതൈറോയിഡ്സ് ഒക്കെ വന്ന ആളുകൾ 24 മണിക്കൂർ ഇരുന്നോടത്തൊക്കെ ഇരുന്ന് ഉറങ്ങും. കാരണം ശരീരത്തിന് എനർജി ഇല്ല. ശരീരത്തിന്റെ മെറ്റാബോളിസം മൊത്തം തകരാറിലായിരിക്കണം. ആ ഉറക്കമല്ല ഞാൻ പറയുന്നത്. പിന്നെ ക്ഷീണം കൊണ്ട് ഉറങ്ങുന്നവരുണ്ട് അല്ലെ. HB ലെവലൊക്കെ കുറഞ്ഞ് എവിടെ ഇരുന്നാലും ഉറങ്ങും, എവിടെ കിടന്നാലും ഉറങ്ങുന്ന ഒരു അവസ്ഥ. അതല്ല. അപ്പൊ ഉറക്കം കൂടുതലിന്റെ കാരണം നമ്മൾ കണ്ടെത്തി അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്തണം. ഇനി ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം കൂട്ടാൻ ഏറ്റവും നല്ലതാണ് നല്ല പാല്, നല്ല നാടൻ പശുവിന്റെ പാല്, ഒരു ഗ്ലാസ് തിളച്ച പാലില് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് എന്നിട്ട് ഇളം ചൂടോടുകൂടി അത് കുടിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുക. നല്ല ഉറക്കം കിട്ടും. ബ്രെയിനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മുടെ ന്യൂട്രിചാർട്ട് വെജൊമേഗ വളരെ നല്ല റിസൾട്ട് തരും. രാത്രി 2 കഴിച്ചോളൂ, എന്നിട്ട് കിടന്നോളൂ, നല്ല റിസൾട്ട് കിട്ടും. ന്യൂട്രിചാർട്ട് DHA 200 ബ്രെയിനിന്റെ എല്ലാ ഫംഗ്ഷനെയും കറക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന, മെയിൻ്റെനൻസിനെ സഹായിക്കുന്ന ന്യൂട്രിചാർട്ട് DHA 200 ഒരെണ്ണം രാത്രി കിടക്കുന്ന സമയത്ത് കഴിച്ചോളൂ, നല്ല ഉറക്കം കിട്ടും. നമ്മുടെ ഗാമോറൈസിനോൾ 2 രാത്രി കഴിച്ച് കിടക്കുന്നതും ഇതേപോലെ തന്നെ നല്ല ഉറക്കം കിട്ടാൻ സഹായിക്കും. പക്ഷേ നിങ്ങൾക്ക് മെന്റൽ ടെൻഷൻ ഉണ്ടെങ്കിൽ ഇതൊന്നും വർക്കൗട്ട് ആവില്ല. ഓക്കെ. പിന്നെ കിടക്കുന്നതിന് മുമ്പ് പല ആളുകളും കൊണ്ട് എന്തൊക്കെ ചെയ്താലും ഉറക്കം വരാത്ത ആളുകൾ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു വട്ടപാത്രത്തിൽ അല്പം ചൂടുവെള്ളം എടുത്ത്, സഹിക്കാൻ പറ്റാവുന്ന ചൂടുവെള്ളം എടുത്ത് അതിൽ മുക്കി വയ്ക്കുക. കിടക്കുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യേണ്ട കാര്യമാണ്. ഒരു തോർത്തുകൊണ്ട് നനച്ചു പിഴിഞ്ഞ് തലയിൽ കെട്ട് കണ്ണടച്ചിരുന്ന് ഒരു 10 മിനിറ്റ് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നാമം ചൊല്ലുക, വാട്ട് എവർ ഇറ്റ് ഈസ്, ചാൻഡിങ് ചെയ്യുക. അതിനുശേഷം നേരെ കാല് തുടച്ച് നേരെ കിടന്നുറങ്ങുക. പാദം ചൂടാക്കുക, ശിരസ് തണുപ്പിക്കുക. ഇതാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം. ഈ ആരോഗ്യ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവരാനുള്ള ഒരു മെത്തേഡാണ്. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ സ്പൗസ്, നിങ്ങളുടെ കൂടെയുള്ള ആള് ഒരു ഹെൽപ്പിംഗ് നേച്ചർ ആണെങ്കിൽ അവരോട് പറയാ, കിടക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കാലിന്റെ വിരലുകൾ പതുക്കെ ഒന്ന് മസാജ് ചെയ്യാൻ പറയും. കാലിന്റെ വിരലുകൾ മാറി മാറി മസാജ് ചെയ്യുമ്പോൾ 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ് നല്ല ഉറക്കത്തിലേക്ക് ആരും പോകും. ഓക്കെ. അപ്പോ നല്ല ഉറക്കം നല്ല ആരോഗ്യത്തിന്റെ ലക്ഷണമാണ്. അപ്പൊ നല്ല ഉറക്കം കിട്ടണമെങ്കിൽ എന്ത് വേണം? അത്താഴം നേരത്തെ കഴിക്കണം. ഒരു 7 മണിക്കെങ്കിലും കഴിക്കുക. വേണ്ട 7:30 ഓർ അറ്റ് ദ മോസ്റ്റ് 8 മണി, അതിനപ്പുറത്തേക്ക് പോകരുത്. അപ്പൊ ഒരു 2 മണിക്കൂർ ഗ്യാപ്പ് നമുക്ക് കിട്ടും ഉറങ്ങാൻ. 2-2.5 മണിക്കൂർ സമയം കിട്ടും. അപ്പൊ നേരത്തെയുള്ള അത്താഴം എപ്പോഴും ലഘുവായിട്ട് കഴിക്കുക. രാത്രി ഭക്ഷണം എത്ര സിമ്പിൾ ആക്കാം. രാവിലെ നിങ്ങൾ നന്നായിട്ട് കഴിച്ചോളൂ, ഉച്ചയ്ക്ക് കഴിച്ചോളൂ. സൂര്യന്റെ സ്ഥാനവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണവുമായിട്ട് വളരെ അടുത്ത ബന്ധമുണ്ട്. അപ്പോൾ സൂര്യന്റെ സ്ഥാനം അനുസരിച്ചാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. നട്ടുച്ചയ്ക്ക് നിങ്ങൾക്ക് നന്നായിട്ട് കഴിക്കാൻ നല്ല ദഹനം നടക്കും. രാത്രി എത്രമാത്രം വൈകുന്നു അത്രമാത്രം നമ്മുടെ ദഹനം മോശമാവും. ദഹനം മോശമാണെങ്കിൽ ആഗിരണം നടക്കാതാവും.
ശരീരത്തിന്റെ മെറ്റാബോളിസം മൊത്തം കൊളാപ്സ് ആവും, എല്ലാ രോഗങ്ങളും ഓടിക്കേറി വരും. തട്ടുകടകളൊക്കെ നമ്മുടെ നാട്ടിൽ സജീവം വന്ന് രാത്രി 10 മണി, 11 മണി, 12 മണി അവിടെയൊക്കെ കയറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അവസ്ഥ ആലോചിക്കാൻ വയ്യ. നമ്മുടെ നാട്ടിൽ 33% ആളുകൾ വരെ ഹൃദ്രോഗവുമായി ബന്ധപ്പെട്ട് മരിക്കാനുള്ള കാരണങ്ങൾ, പല കാരണങ്ങൾ. ഒരു കാരണം ഇതാണ്, തെറ്റായ സമയത്തുള്ള ഭക്ഷണം. അപ്പൊ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം ഉറക്കവുമായിട്ട് നല്ല ബന്ധമുണ്ട്. ഇനി ശോധനക്കുറവുണ്ടെങ്കിൽ ഉറക്കം ശരിയാവില്ലേ? അപ്പൊ ശോധന കറക്റ്റ് ചെയ്യുക. ശരീരത്തിൽ അസിഡിറ്റി കൂടുതലാണെങ്കിൽ ഉറക്കം ഉണ്ടാവില്ലേ? അപ്പൊ അസിഡിറ്റിയെ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. നല്ല ആഴത്തിലുള്ള ഉറക്കം, സ്വപ്നങ്ങളില്ലാത്ത ഉറക്കം. അത് ഞാൻ പറയണെങ്കിൽ ഒരു 4 മണിക്കൂർ കിട്ടിയാലും ദാറ്റ് വിൽ. അപ്പൊ നമ്മുടെ ക്ഷീണമൊക്കെ പറഞ്ഞു, നമ്മുടെ ബോഡിയുടെ കംപ്ലീറ്റ് മെയിൻ്റെനൻസ് നടക്കുന്നത് ആ സമയത്താണ്, അല്ലെ? അപ്പൊ നിങ്ങളുടെ ഹാർട്ട് വിശ്രമിക്കും, ഹാർട്ടിന്റെ സെല്ലുകളൊക്കെ റീപ്ലേസ് ചെയ്യേണ്ടതൊക്കെ റീപ്ലേസ് ചെയ്യും, ലിവർ നന്നാവും, ഡൈജസ്റ്റീവ് സിസ്റ്റം ക്ലീൻ ആവും. അപ്പൊ അതിനാണ് പറയുന്നത്, നമ്മൾ ഭക്ഷണം രാത്രി സമയത്തൊക്കെ ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ കുഴപ്പം എന്താ? ശരീരം എന്താ ചെയ്യാൻ? ഈ ഭക്ഷണത്തെ ദഹിപ്പിക്കണം. ഒരു ടൈം വിട്ട് നമ്മുടെ കുടലിലോ അന്നനാളത്തിലോ ആമാശയത്തിലോ സൂക്ഷിക്കാൻ അനുവാദമില്ല. അപ്പൊ അതിന് പെട്ടെന്ന് ദഹിപ്പിക്കാൻ വേണ്ടിയുള്ള എനർജി കൂടി അതിനുവേണ്ടി മാറ്റി വയ്ക്കും. അപ്പൊ ശരീരത്തിന്റെ റിപ്പയർ വർക്ക് നടക്കില്ല. അതുകൊണ്ടാണ് ഹെവി ഫുഡ് കഴിച്ച് പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നുന്നത്. ഓക്കെ, സോ ഡീപ് സ്ലീപ്പ്. ദെൻ നല്ല പ്രതിരോധ ശേഷിയുടെ ലക്ഷണമാണ് നോ പെയിൻ ഇൻ ദ ബോഡി. ശരീരത്തിൽ ഒരു വേദനയില്ല, അല്ലെ? ആളുകൾക്കൊക്കെ വേദനയാണ്, അവിടെ വേദന, ഇവിടെ വേദന. വേദനയില്ലാത്ത ഒരു ലേഡി കഴിഞ്ഞ ദിവസം കാണാൻ വന്നപ്പോൾ പറഞ്ഞു, വേദനയില്ലാത്ത 2 സ്ഥലമുള്ളൂ. ഒന്ന് മുടിക്ക് വേദനയില്ല, പിന്നെ നഖത്തിന്റെ പുറത്ത്, മീൻസ് പുറത്തേക്ക് തള്ളിയിരിക്കുന്ന ഭാഗത്ത്, മറ്റെല്ലാം തൊടാൻ പറ്റില്ല എന്നാണ് വേദന. അപ്പോ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു? അവർക്ക് ടെൻഷനായിരുന്നു. ഒരുപാട് ഫാമിലി ഇഷ്യൂസ്, കുട്ടികളുടെ ഇഷ്യൂസ്, തൊഴിൽ സംബന്ധമായ ഇഷ്യൂസ്. സത്യത്തിൽ അവർക്കൊരു അസുഖമില്ല, ഈ ടെൻഷൻ കൂടി അവർക്ക് ശരീരത്തിൽ വേദന വന്നു. ഇനി വേദന വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ലോ പ്രോട്ടീനാണ്. കാരണം നമ്മുടെ ശരീരം ഉണ്ടാക്കിയിരിക്കുന്നത് ബേസിക്കലി പ്രോട്ടീൻ കൊണ്ടാണ്, അല്ലെ? ഒരു പ്രോട്ടീൻ കൊണ്ട് കോശങ്ങളെ കൊണ്ട് പേശികളും അസ്ഥികളും അതിനെ കൊണ്ട് നമ്മുടെ ശരീരം ഉണ്ടാക്കുമ്പോൾ 60 കിലോ ശരീരഭാരമുള്ള ഒരാളുടെ ശരീരത്തിൽ മിനിമം 60 ഗ്രാം പ്രോട്ടീൻ ഭക്ഷണത്തിലൂടെ ചെല്ലണം. ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ ഒരു ആവറേജ് മലയാളി ഒരു ദിവസം കഷ്ടിച്ച ഒരു 15 ഗ്രാം പ്രോട്ടീൻ പോലും ഭക്ഷണത്തിലൂടെ ശരീരത്തിൽ എത്തുന്നില്ല. ഇനി വരുന്ന പ്രോട്ടീൻ മിക്കവാറും അനിമൽ പ്രോട്ടീൻ. അത് ഗുണമല്ല, കൂടുതൽ ദോഷം ചെയ്യും. അനിമൽ പ്രോട്ടീൻ, മുട്ട, മാംസം, ഇറച്ചി, അങ്ങനെ സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അതിൽ അനിമൽ പ്രോട്ടീൻ ആണ്. അത് ഗുണത്തിനേക്കാളേറെ ദോഷം ചെയ്യാം. അപ്പൊ പ്രോട്ടീന്റെ കുറവാണ് എല്ലാ വേദനകളുടെയും ബേസ്. ഓക്കെ, അപ്പോ അത് തേയ്മാനങ്ങൾ ഉണ്ടാവും. എല്ലുകൾക്ക് തേയ്മാനം വരുമ്പോൾ, എല്ല് തേയ്മാനം പ്രോട്ടീന്റെ കുറവാണ്. കൊളാജൻ എന്ന പ്രോട്ടീനാണ് എല്ലിന് വേണ്ടത്. അതുപോലെ മസിലുകളിൽ പ്രോട്ടീൻ കുറഞ്ഞത് മസിലുകൾക്ക് പെയിൻ. ഓക്കെ, അപ്പൊ നോ പെയിൻ ഇൻ ദ ബോഡി. അപ്പൊ ശരീരത്തിന് നല്ല എനർജി വേണമെന്നുണ്ടെങ്കിൽ, വേദനകളൊന്നും ഇല്ലാത്ത ശരീരം വേണമെങ്കിൽ റെഗുലറായിട്ട് പ്രോട്ടീൻ കഴിക്കണം. അപ്പൊ അതിൽ ആണുങ്ങൾക്ക് ന്യൂട്രിചാർജ് കൊക്കോ പ്രോഡക്റ്റ് കഴിക്കാം, കേസർ പിസ്ത പ്രോഡക്റ്റ് കഴിക്കാം, മീൻസ് സ്ത്രീകൾക്ക് സ്ട്രോബെറി പ്രോഡക്റ്റ് കഴിക്കാം, കുറച്ച് പ്രായം ചെന്ന ആളുകൾക്ക് ഓൾ പ്രോ കഴിക്കാം. പല കാറ്റഗറി ഉണ്ട്. ഷുഗർ പേഷ്യൻസിന് ഗ്ലൈസം പ്രോഡക്റ്റ് കഴിക്കാം, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. അപ്പൊ ശരീരത്തിൽ വേദനകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രതിരോധ ശേഷി കുറവാണ്. ശരീരം എന്തോ നമ്മളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, നമ്മൾക്കത് കേൾക്കാൻ കാതുമില്ല, കാണാൻ കണ്ണുമില്ല. അപ്പൊ നമ്മൾ ഡോക്ടറെ കാണും. ഡോക്ടർ ഏതോ ഒരു കമ്പനി ഉണ്ടാക്കി ഏതോ ഒരു മരുന്ന് തരും, ഇത് കഴിച്ചോളൂ പറയും. പെയിൻ കില്ല, പെയിനെ കൊല്ലുന്നു. പെയിൻ മനെ മാറ്റല്ല ചെയ്യുന്നത്. അവർ പറഞ്ഞ് കറക്റ്റ് പെയിൻ കില്ല, അല്ലെ? നമ്മൾ പലപ്പോഴും ഈ ഓപ്പറേഷനൊക്കെ പോകുമ്പോൾ ചെറിയ ഓപ്പറേഷനൊക്കെ ആണെങ്കിൽ അവിടെ നിന്ന് തരിപ്പിക്കുമ്പോൾ വേദന ഉണ്ടാകാതിരിക്കുന്നില്ല, വേദന ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാകുന്ന വേദന നമ്മൾ അറിയാതിരിക്കുകയാണ് ചെയ്യുന്നത്. സോ നോ പെയിൻ ഇൻ ദ ബോഡി ആവണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രോട്ടീൻ സഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ വേണം. സോ ഒരു PVMF എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് ഫൈബർ പ്ലസ് ഒമേഗ പ്ലസ് ഗാമ. ഇത് റെഗുലർ ആയിട്ട് കഴിച്ചോളൂ. ശരിയാണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്, പക്ഷേ ഈ ശരീരത്തെക്കാൾ കോസ്റ്റ്ലി ഒന്നും അല്ലാതെ, അല്ലെ? 5-6 കോടി രൂപ വിലയുള്ള ശരീരത്തെക്കാൾ കോസ്റ്റ്ലി ഒന്നും അല്ല. അപ്പൊ നമ്മുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ രോഗം വന്ന് ചികിത്സിക്കാം, അല്ലെങ്കിൽ രോഗം വരാതെ നോക്കാം. ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും തീരുമാനിക്കാം. ദെൻ ലാസ്റ്റ് വൺ, ദാറ്റ് ഈസ് എക്സ്പീരിയൻസിങ് എ പോസിറ്റീവ് തോട്ട്സ്. പോസിറ്റീവ് തോട്ട്സ് എപ്പോഴും നമുക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് തന്നെ പ്രതിരോധ ശേഷിയുടെ ലക്ഷണമാണ്. ഞാനൊരു ബസ്സിൽ കയറാൻ നോക്കുമ്പോൾ ബസ് എവിടെയും ചെന്ന് ഇടിക്കോ ബസ് മറയോ എന്ന് ഞാൻ ചിന്തിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ബസ് മറയും. കാരണം മേലെ ഇരിക്കുന്ന ഒരാൾ ഇത് കേൾക്കുന്നുണ്ട്, ആള് പറയും തഥാസ്തു, അല്ലെ? അപ്പോ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുക. കാലഘട്ടം അത്ര നല്ലതൊന്നുമല്ല, എപ്പോഴും ഇടയ്ക്കൊക്കെ നെഗറ്റീവ് വരും. അപ്പോഴും നമ്മൾ വീണ്ടും കൺവെർട്ട് ചെയ്യുക. ബോധപൂർവ്വം നെഗറ്റീവായുള്ള തോട്ടുകളെ നമ്മുടെ മൈൻഡിൽ നിന്ന് മാറ്റാൻ പരിശീലിക്കുക. അല്ല, ഏറ്റവും നല്ല വഴിയാണ് പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ്. ഏറ്റവും നല്ല മെത്തേഡാണ് എക്സ്പീരിയൻസിങ് പോസിറ്റീവ് തോട്ട്സ്. പോസിറ്റീവ് തോട്ട്സ് കിട്ടണമെങ്കിൽ എന്ത് വേണം? പോസിറ്റീവായ ആളുകളുടെ ഒരു കൂട്ടായ്മ വേണം. അതിന് ഏറ്റവും പറ്റിയ ഒരു കൂട്ടായ്മയാണ് RCM. അതിലൊരു സംശയമില്ല. ഒരു നല്ല പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഓട്ടോമാറ്റിക് കുറച്ച് എനർജി ഫോം ചെയ്യും. സോ എക്സ്പീരിയൻസിങ് പോസിറ്റീവ് തോട്ട്സ്, ഈ 8 കാര്യങ്ങളാണ് പ്രതിരോധ ശേഷിയുടെ ബേസ്. ഇത് മുഴുവൻ തരാനുള്ള സംവിധാനങ്ങൾ RCM-ലുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പ്രസ്ഥാനത്തെ ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചത്.
ഇനി നമുക്ക് നോക്കാം, നമുക്കിതിൽ ഏതാ വേണ്ടതെന്നുള്ളത്. ഇൽനെസ് വേണോ വെൽനെസ് വേണോ എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇൽനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗാതുരത, വെൽനെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗഖ്യം. ഇൽനെസ്സിൽ നമ്മൾ മരുന്ന് കഴിക്കും, രോഗം വരുമ്പോൾ മരുന്ന് കഴിക്കും. വെൽനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, സൗഖ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫുഡ് സപ്ലിമെന്റ്സ്, പോഷകാഹാരങ്ങൾ കഴിച്ചാൽ മതി. അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഇത്ര നേരം പറഞ്ഞത്. രോഗം വരുമ്പോൾ നമ്മൾ ഡിസീസിനെയാണ് മാനേജ് ചെയ്യുന്നത്, രോഗത്തിനെയാണ് മാനേജ് ചെയ്യുന്നത്. ഇവിടെയോ വി ആർ മാനേജിങ് ഹെൽത്ത്, ആരോഗ്യത്തിനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത്, അല്ലേ? രോഗം വരുമ്പോൾ നമ്മൾ ട്രീറ്റ്മെന്റ് പോകും, അല്ലേ? ട്രീറ്റ്മെന്റിന് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെയോ രോഗം വരാതെ നോക്കും, പ്രിവെൻഷൻ. ആൻഡ് രോഗം വരുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ആശ്രിതരാണ്. ആരെങ്കിലുമൊക്കെ ആശ്രയിച്ച് ഒരു രോഗിക്ക് നിൽക്കാൻ പറ്റും, അല്ലേ? യാത്ര ചെയ്യാൻ തന്നെ പറ്റില്ല, എല്ലാവരും ആരെങ്കിലും ഡിപ്പെൻഡബിലിറ്റി ഉണ്ട്. ഇവിടെയോ വി ആർ സെൽഫ് ഡിപ്പെൻഡന്റ്. ഇവിടെ രോഗമില്ല, അതുകൊണ്ട് വി ആർ ടോട്ടലി ഡിപ്പെൻഡന്റ്. കിട്ടുന്ന പൈസ മുഴുവൻ ഒരു രോഗി അല്ലെങ്കിൽ രോഗിയുടെ കുടുംബം ഡോക്ടർക്ക്, മരുന്നിന്, ആശുപത്രിക്ക്, മെഡിക്കൽ ഷോപ്പിന്, മെഡിക്കൽ ഫെസിലിറ്റീസിന് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഇവിടെയോ പേസ് ഫോർ എ ഹെൽത്തി ലൈഫ്, ആരോഗ്യകരമായ ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളത് മാറ്റിവെക്കാം. സോ നമുക്ക് തിരഞ്ഞെടുക്കാം. ഈ സംവിധാനം ശരിയല്ലെന്ന് പറയുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ഫുഡ് സപ്ലിമെന്റ് ഒന്നും ആവശ്യമില്ല, നോ പ്രോബ്ലം, ആവശ്യമില്ല. നിങ്ങൾ ഒരു 50 വർഷം മുൻപാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതെങ്കിൽ ഇതിനൊന്നും ആവശ്യമില്ല. അന്ന് നല്ല വെള്ളം ഉണ്ടായിരുന്നു, നല്ല വായു ഉണ്ടായിരുന്നു, നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, നല്ല ചിന്തകൾ ഉണ്ടായിരുന്നു, നല്ല സമൂഹം ഉണ്ടായിരുന്നു. ഇതൊന്നുമില്ല. അപ്പൊ ഇത് ആവശ്യമെന്നല്ല, അത്യാവശ്യം എന്നാ പറയാം. എന്നോട് പലരും ചോദിക്കാറുണ്ട്, നിങ്ങൾ നാച്ചുറോപ്പതി പറഞ്ഞിട്ട് ഇത് പറയണ്ട. ഞാൻ പറഞ്ഞു, നാച്ചുറൽ ആയിട്ട് നിങ്ങൾ ജീവിച്ചോളൂ, ഇതിനൊന്നും ആവശ്യമില്ല, ജീവിക്കാൻ പറ്റില്ല. ഇപ്പൊ തഴുതാമ ലിവറിന് ഏറ്റവും നല്ലതാ. തഴുതാമയുടെ വേര് എടുത്ത് കുത്തിപ്പിഴിഞ്ഞ് കഷായം വെച്ച ലിവറിന്റെ പ്രശ്നങ്ങളൊക്കെ മാറും. പക്ഷെ എത്ര പേർക്ക് തഴുതാമ കണ്ടാൽ അറിയും, എന്നിട്ടല്ല അത് പറിക്കാൻ പറ്റുക. ഇനി എത്ര പേർക്ക് അത് പറിച്ചെടുക്കാനുള്ള ഒരു സംവിധാനങ്ങളുണ്ട്? ഇല്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി? അതിന് പകരം നമ്മൾ ബയോജി കഴിച്ചാൽ മതി. ബയോജിൽ അതിന്റെ ബെനിഫിറ്റുകളുണ്ട്. 72 പച്ചമരുന്നുകൾ അതിലുള്ളത്, ഔഷധികൾ അതിലുള്ളത്. നമ്മുടെ ലിവറിന്റെ കംപ്ലീറ്റ് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ നല്ലതാണത്. സോ എൻജോയ് എ പെയിൻ ഫ്രീ ലൈഫ്. സോ ഈ വാട്ട് ഈസ് യുവർ ചോയ്സ്? അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇൽനെസ് വേണോ വെൽനെസ് വേണോ? ഈ ക്ലാസ് കേൾക്കുന്ന ധാരാളം ആളുകളുണ്ട്, ഇനിയും ഒരുപാട് ആളുകൾ ഈ ക്ലാസ് കേൾക്കും. അപ്പൊ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇതൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് ചെയ്യണമെങ്കിൽ ചില ഹോർമോണുകൾ നമ്മുടെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കപ്പെടണം. അതിന്റെ പേരാണ് ഹാപ്പി ഹോർമോൺസ്. ഇപ്പൊ ഹാപ്പിനെസിനെ കുറിച്ച് പലർക്കും പല നിർവചനമുണ്ട്. നല്ല ഭക്ഷണം കഴിക്കുമ്പോഴായിരിക്കും ചിലർക്ക് ഹാപ്പിനെസ് കിട്ടുക. കുറച്ച് നല്ല ആളുകളുമായിട്ടുള്ള പരിചയപ്പെടൽ ഹാപ്പിനെസ് തരും. പലതരത്തിൽ ഹാപ്പിനെസ് കിട്ടും. സോ വാട്ട് എവർ യുവർ ഐഡിയ ഓഫ് ഹാപ്പിനെസ് മേ ബി, നിങ്ങൾക്ക് എന്തുണ്ടോ എന്തില്ലാതിരിക്കുന്നു അതൊന്നും ഒരു പ്രശ്നമല്ല. എത്രമാത്രം നിങ്ങൾക്ക് ഉണ്ടായാലും ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമല്ല. സ്റ്റിൽ യു നീഡ് സം ഹാപ്പി ഹോർമോൺസ് ടു പ്രൊഡ്യൂസ് ഇറ്റ്, അല്ലേ? കാരണം ഇപ്പൊ നമ്മള് എനിക്ക് സാമ്പത്തികമായിട്ട് ഞാൻ വളരെ മോശമാണ്, എനിക്ക് വളരെ പെട്ടെന്ന് ഒരു ബെറ്റർ ലൈഫ് സ്റ്റൈൽ കിട്ടി, അല്ലെങ്കിൽ ബെറ്റർ ഇൻകം കിട്ടുമ്പോൾ ഞാൻ കുറച്ചുകൂടി ഹാപ്പി. പക്ഷെ ഹാപ്പിനെസ് എന്തും നിലനിൽക്കില്ല. ഒരേ ലെവലിൽ നിൽക്കും നമുക്ക്, പിന്നെ അവിടെ ഹാപ്പിനെസ് ഇല്ല. ആ മൂമെന്റിൽ മാത്രം നമുക്ക് തോന്നുന്നതാണ്. ഇപ്പൊ ഒരു ആർസിമിൽ ഒരു പുതിയൊരു അച്ചീവ്മെന്റ് നിങ്ങൾക്ക് വരുന്നു, അച്ചീവ്മെന്റ് വന്നു, ഒരു സ്റ്റാർ ആയി, ഗോൾഡ് ആയി, സ്റ്റാർ എമറാൾഡ് ആയി, ആ മൂവ്മെന്റ് നിങ്ങൾ ഹാപ്പിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത്ര വലിയ ഹാപ്പിനെസ് ഒന്നുമില്ല. അപ്പൊ ഈ ഹാപ്പിനെസ് നിരന്തരം നമ്മുടെ ഉള്ളിലുണ്ടാവാൻ ചില ഹോർമോണുകളുടെ പ്രവർത്തനം ആവശ്യമാണ്. You will still need certain hormones to promote certain positive feelings, including happiness and pleasure. 4 തരത്തിലുള്ള ഹോർമോണുകളുണ്ട്. അതിൽ ഓക്സിറ്റോസിൻ ലവ് ഹോർമോൺ, ഡോപ്പോമിൻ റിവാർഡ് ഹോർമോൺ, എൻഡോർഫിൻ കാം ഹോർമോൺ, സെറോട്ടോണിൻ വിൽ പവർ ഹോർമോൺ. ഈ 4നെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പറയാം. ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നു കൂടി ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒന്നാമതാണ് എൻഡോർഫിൻ, കാം. എൻഡോർഫിൻ, ഇ സ്റ്റാൻഡ്സ് ഫോർ എക്സസൈസ്. അത് ഓർത്താൽ മതി. എൻഡോർഫിൻ എപ്പോഴാണ് കിട്ടുക? എക്സസൈസ് ചെയ്യുമ്പോൾ. ഞാനിപ്പോ ഇരുന്നിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ് ഞാൻ നിന്നിട്ട് എടുക്കുമ്പോൾ എനിക്ക് കുറച്ചും കൂടി എനർജി കിട്ടുമായിരുന്നു. എന്റെ കൈകൾ കുറച്ചുകൂടി ചലിക്കും. ആ നിന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ അല്പം നടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി എനർജി കിട്ടും. സോ എൻഡോർഫിൻ എന്ന് പറഞ്ഞ ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന സർവ്വവേദനകളെയും മാറ്റും. എന്റെ അടുത്ത് വരുന്ന പല പേഷ്യൻസും പറയാറുണ്ട്, ശരീരം മൊത്തം വേദനയാണ്. ഞാൻ പറയും, വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്യാൻ പറ്റില്ല സാറേ. ഞാൻ പറയും, നിങ്ങൾ വ്യായാമം എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഒന്ന് ശരീരം ചലിപ്പിക്കുക, വിരലുകളൊന്ന് അനക്ക്, കാലുകളൊന്ന് മൂവിയട്ടെ. അപ്പൊ അവരുടെ വേദന മാറും. കാരണം എന്താ? ഇതാണ് കാരണം. എൻഡോർഫിൻ ഈസ് പ്രൊഡ്യൂസ് ബോഡീസ് നാച്ചുറൽ പെയിൻ റിലീവർ. അതുപോലെ തന്നെ അത് നമ്മുടെ ടെൻഷൻ കുറയ്ക്കാൻ നല്ലതാ. അപ്പോ രാവിലെ കഴിഞ്ഞിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് വ്യായാമം ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലെങ്കിൽ ഡോൺ വറി, എന്ത് ചെയ്താൽ മതി? വെറുതെ കുറച്ച് നടന്നാൽ മതി. വെറുതെ കുറച്ച് കൈയും വീശി നടക്കുക. പട്ടാളക്കാരൊക്കെ 2 കൈയും വീശി മാർച്ച് പാസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടില്ല? അതേപോലെ നടന്നോളൂ, ഫാസ്റ്റ് ആയിട്ട് നടക്കുക. സോ ഇറ്റ്സ് എ ടെൻഷൻ ഫ്രീ ഹോർമോൺ. അത് എവിടുന്നാ കിട്ടുന്നത്? റിസൾട്ട് പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റി. ഇപ്പൊ നമ്മളൊരു വർക്ക് ചെയ്തു, ആ വർക്കിന് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടി. നമ്മളൊരു ഹോം മീറ്റിംഗ് നടത്തുന്നു, ഹോം മീറ്റിംഗിന് ശേഷം ആളുകളൊക്കെ ഭയങ്കര താല്പര്യം കാണിച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നു. അവിടെയൊക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഈ ഹോർമോൺ ഉണ്ടാവുന്നുണ്ട്, എൻഡോർഫിൻ ഉണ്ടാവുന്നുണ്ട്, അവിടെ ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവുന്നുണ്ട്. നമ്മളൊരു ക്ലാസ് കഴിഞ്ഞു,
ആ ക്ലാസ് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു റെസ്പോൺസ് ഓഡിയൻസിൽ നിന്ന് കിട്ടുന്നു, അവിടെ നമ്മൾ ഭയങ്കര ഹാപ്പി. എവിടെയൊക്കെ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അവിടെയൊക്കെ എന്തുണ്ടാവും? ഈ പറഞ്ഞ എൻഡോർഫിൻ ഉണ്ടാവും. പിന്നെയോ എക്സസൈസ്, ഞാൻ പറഞ്ഞു എക്സസൈസ് ചെയ്യുമ്പോൾ ഉണ്ടാവും ഫാസ്റ്റ് വാക്കിംഗ്, ശരീരത്തിന്റെ ചലനം കൊണ്ട് നമ്മുടെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കപ്പെടുന്ന ഒന്നാണ്. അപ്പോ ഇവിടെയാണ് ഇപ്പൊ നമ്മൾ വീട്ടുപണി ചെയ്യുന്ന വീട്ടമ്മമാർക്ക് വലിയ സന്തോഷമൊന്നുമില്ല. അവര് നിലം തുടയ്ക്കണു, ടോയ്ലറ്റ് കഴുകണു, അടിച്ചു വാരുന്നു, അങ്ങനെ കുറെ കാര്യങ്ങൾ. അവിടെ എന്താ സംഭവിക്കുന്നത്? അവര് അതൊരു ജോലിയുടെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. അവിടെ ഒരിക്കലും ഹോർമോൺ ഉണ്ടാവില്ല. ഇപ്പോ നന്നായിട്ട് അധ്വാനിക്കുന്ന ആളാണ് പറമ്പിൽ കളയ്ക്കാൻ, രാവിലെ 8 മണി വരെ വൈകിട്ട് 4 മണി വരെ കളയ്ക്കുന്ന ഒരാളെ ശരീരം മനസ്സിൽ സന്തോഷമൊന്നും ഉണ്ടാവില്ല. കാരണം അയാൾ ജോലിയാണ് ചെയ്യുന്നത്. ഇറ്റ്സ് നോട്ട് ആൻ എക്സസൈസ്. എക്സസൈസ്, അതുപോലെ ഫാസ്റ്റ് വാക്കിംഗ്, അതുപോലെ സ്മൈൽ ആൻഡ് ലാഫ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്നത് നമ്മുടെയൊക്കെ ഈ ഗ്രൂപ്പിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇഷ്ടം പോലെ ചിരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാവുന്നുണ്ട്. ചിരി ക്ലബ്ബുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ? തൃശ്ശൂര് നമ്മുടെ റൗണ്ടില് അമ്പലത്തിന്റെ ആ റൗണ്ട് ഉണ്ടല്ലോ, വടക്കനാഥ ക്ഷേത്രത്തിന്റെ ചുറ്റുവട്ടത്തും വൈകുന്നേരം ഒരു 6 മണിക്ക് കഴിഞ്ഞാൽ, വേനൽക്കാലാണെങ്കിൽ വയസ്സായ ആളുകൾ ഒത്തുകൂടി വട്ടത്തിൽ നിന്ന് 2 കൈയും മേലോട്ട് ഉയർത്തി ആർത്തട്ടകച്ച് ചിരിക്കുന്ന കാണാം. അവരെന്താ ചെയ്യുന്നത്? അവർ ഈ ലോഫിംഗ് തെറാപ്പിയാണ്. ചിരിക്കാനുള്ള ഒരു അവസരം കളയരുത്. ഏറ്റവും കൂടുതൽ കോമഡി സീനുകളൊക്കെ കാണുക, ചിരിക്കുക. 10, 15, 20 മിനിറ്റ് ചിരിക്കാണ്ട് ഒരു ദിവസം കഴിയരുത്. കാരണം ചിരി നമ്മുടെ ആയുസിന്റെ ദൈർഘ്യം കൂട്ടും. സ്മൈൽ ആൻഡ് ലവ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക് ദിസ് ഹോർമോൺ ഈസ് ഗെറ്റിംഗ് പ്രൊഡ്യൂസ് ആൻഡ് ഡാർക്ക് ചോക്ലേറ്റ്. അത് കഴിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ പറഞ്ഞ ഒരു ഹാപ്പി ഹോർമോൺസ് എൻഡോർഫിൻ ഉണ്ടാവും. രണ്ടാമത്താണ് ഡോപ്പമൈൻ. അത് റിവാർഡ് ഹോർമോൺ ആണ്. അതായത് എവിടെയെങ്കിലും നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിന് നമുക്കൊരു പ്രതിഫലം കിട്ടുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള വൈകാരികാവസ്ഥ ഒരു ഹാപ്പി ഹോർമോണിന്റെയാണ്. അതിന്റെ പേരാണ് ഡോപ്പമൈൻ, ഫീൽ ഗുഡ് ഹോർമോൺ. അസോസിയേറ്റ് വിത്ത് ലേണിംഗ്. കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. ഇപ്പോ ഞാൻ ഒരാളോട് പറയണം നാളെ ഇന്ന ടോപ്പിക് പഠിച്ച് നാളെ ക്ലാസ് എടുക്കണം. ആള് ക്ലാസ് എടുത്തു, അടിപൊളിയായിട്ട് എല്ലാവരുടെയും കയ്യടി നേടി. ഹി ഈസ് വെരി ഹാപ്പി. എന്താ കാരണം? അവിടെ ഈ ഹോർമോൺ ഡോപ്പമൈൻ ഉണ്ടാവണം. അസോസിയേറ്റ് വിത്ത് ലേണിംഗ്, മെമ്മറി, മോട്ടോർ ഫങ്ഷൻ. നമ്മുടെ ശരീരത്തിലെ കംപ്ലീറ്റ് ഞരമ്പുകളുമായി ബന്ധപ്പെട്ട, ന്യൂറോൺസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളുടെയും കൺട്രോൾ ഇവിടെയാണ് വരുന്നത്. അപ്പൊ അവിടേക്ക് എന്തെങ്കിലും തകരാറ് വരുന്നെങ്കിൽ ഈ ഹോർമോൺ ആ വ്യക്തിയുടെ ശരീരത്തിൽ ഉണ്ടാവുന്നില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദ മ്യൂച്വൽ അപ്രീസിയേഷൻ. ഞാൻ നിങ്ങളെ പറയുന്നത് യു ലുക്സ് വെരി സ്മാർട്ട്. അപ്പോ പറയുന്ന എനിക്കും ഈ ഡോപ്പമിൻ ഉണ്ടാവുന്നുണ്ട്, കേൾക്കുന്ന ആ വ്യക്തിക്കും ഡോപ്പമിൻ ഉണ്ടാവുന്നുണ്ട്. ഇതൊരു ഹാപ്പി ഹോർമോൺ ആണ്. മ്യൂച്വൽ അപ്രീസിയേഷൻ. യു ലുക്സ് വെരി സ്മാർട്ട് എന്ന് ഞാൻ ഒരു കസ്റ്റമറോട് പറയുന്നു, അല്ലെങ്കിൽ ഒരു ലീഡറോട് പറയുമ്പോൾ പറയുന്ന എനിക്കും കേൾക്കുന്ന ആ വ്യക്തിക്കും 2 പേർക്കും ഒരേപോലെ ഈ ഹോർമോൺ ഉത്പാദിപ്പിക്കപ്പെടുന്നത്. കംപ്ലീറ്റിംഗ് എ ടാസ്ക് ഓർ ടാർഗറ്റ്. ഇപ്പൊ നമുക്ക് ഈ ബിസിനസ്സിൽ എപ്പോഴും ഇഷ്ടംപോലെ ടാർഗറ്റുകൾ ഉണ്ട്. ഇപ്പൊ ഈ മാസം സെപ്റ്റംബർ മാസം ഒരുപാട് ടാർഗറ്റുകളുടെ മാസമാണ്. അപ്പൊ ഒരു പ്രത്യേക ടാർഗറ്റ് നമ്മൾ ഫുൾഫിൽ ചെയ്യുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. എന്തുകൊണ്ടാണ്? ഇതൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, പക്ഷെ ഇതൊക്കെ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്നുണ്ട്. ആ സന്തോഷം ഉണ്ടാവുന്നതിന്റെ കാരണമാണ് ഡോപ്പമൈൻ. ദെൻ ഡൂയിങ് സെൽഫ് കെയർ ആക്ടിവിറ്റീസ്. നമ്മളെ മെച്ചപ്പെടുത്താൻ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നു. ഒരുപക്ഷെ നിങ്ങൾ നന്നായിട്ട് മുടി ചെയ്യുന്നതായിരിക്കാം, നിങ്ങൾ നന്നായിട്ട് വെൽ ഡ്രസ് ആകുന്നതായിരിക്കും, നിങ്ങൾ നല്ലൊരു ടൈ കെട്ടുന്നതായിരിക്കാം, നിങ്ങൾ മനോഹരമായിട്ട് നടക്കുന്നതായിരിക്കും, നല്ല ഡ്രസ്സ് ധരിക്കുന്നതായിരിക്കാം. ഇതെല്ലാം സെൽഫ് കെയർ. നിങ്ങൾ എക്സസൈസ് ചെയ്യുമ്പോൾ അവിടെയും കിട്ടും ഡോപ്പമൈൻ. ഒരു ഹോർമോൺ മാത്രമല്ല, പലതും നമുക്ക് ഒരുമിച്ചിട്ട് സെൽഫ് കെയർ ആക്ടിവിറ്റീസ് ആൻഡ് സെലിബ്രേറ്റിംഗ് ലിറ്റിൽ വിൻസ്. ചെറിയ ചെറിയ വിജയങ്ങൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ, ഇപ്പോ RCM ബിസിനസ്സിൽ ഒരു ബിഗിനർ ആയാൽ പോലും അവർക്ക് ചെറിയൊരു മെഡൽ കിട്ടാറുണ്ട് അല്ലെ? ഒരു മീറ്റിംഗില് ചെറിയ വിജയമാണ്, വലിയ വിജയമല്ല, പക്ഷെ ആ ചെറിയ വിജയം വരെ ആഘോഷിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു സന്തോഷം, അതിന്റെ കാരണമാണ് ഡോപ്പമൈൻ. സെലിബ്രേറ്റിംഗ് ലിറ്റിൽ വിൻസ് ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ്സ് കോൾഡ് റിവാർഡിംഗ് ഹോർമോൺ. അപ്പോ റിവാർഡ് കിട്ടുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ. അപ്പൊ നമ്മുടെ ബിസിനസ്സിൽ ഇത് വളരെ അപ്ലിക്കബിൾ ആണ്. ഇഷ്ടംപോലെ എല്ലാ പോയിന്റുകളും അപ്ലിക്കബിൾ ആണ്. മൂന്നാമത്താണ് സെറോട്ടോണിൻ. സെറോട്ടോണിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് ഓറിയന്റഡ്. സർവീസ്, അത് ഓർത്തിരുന്നാൽ മതി. വിൽ പവർ ഹോർമോൺ. അത് നമ്മുടെ ശരീരത്തിൽ ശരിയായ അളവിൽ ഉത്പാദിപ്പിക്കുമ്പോൾ എന്തുണ്ടാവും? നല്ല മൂഡിലായിരിക്കും നമ്മൾ. പലരും പറയാൻ ഒരു മൂഡില്ല, പ്രോഗ്രാം ഒന്നും വരാൻ ഒരു മൂഡില്ല. എന്താ കാരണം? ഈ ഹോർമോൺ ഉണ്ടാവുന്നില്ല. സർവീസ് ഓറിയന്റഡ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ മൂഡ് തന്നെ വരും. നല്ല മൂഡ്, നല്ല ഉറക്കം, നല്ല വിശപ്പ്. ചില ആൾക്ക് എപ്പോഴും വിശപ്പില്ല. പല കാരണങ്ങളുണ്ട്. വയറ് ശരിയല്ലെങ്കിൽ വിശപ്പുണ്ടാവില്ല, ദഹനം ശരിയല്ലെങ്കിൽ വിശപ്പുണ്ടാവില്ല. ഒപ്പം ഈ ഒരു ഹോർമോൺ ഇല്ലെങ്കിലും വിശപ്പ് ഫീൽ ചെയ്യില്ല. വിശപ്പുണ്ട്, പക്ഷെ കഴിക്കാൻ തോന്നുന്നില്ല. പിന്നെ നല്ല ഡൈജഷൻ അല്ലെ? ഡൈജഷൻ എപ്പോഴും നമ്മുടെ ബ്രെയിനിന്റെ ഫംഗ്ഷനുമായി വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇപ്പോ വല്ലാത്ത സങ്കടം വരുന്ന സമയത്ത് നമുക്ക് വിശപ്പ് പോകും. ഭയങ്കര സന്തോഷം വരുമ്പോൾ നമുക്ക് വിശപ്പുണ്ടാവില്ല. ഇപ്പൊ വൈകാരിക തലത്തിന് എക്സ്ട്രീം ലെവലിലേക്ക് പോകുമ്പോഴൊക്കെ വിശപ്പ്, അതുപോലെ ദഹനമൊക്കെ ടോട്ടലി ഇല്ലാണ്ടാവും. ലേണിംഗ് എബിലിറ്റി കൂട്ടണം എന്നുണ്ടെങ്കിൽ അവര് ഈ സെറോട്ടോണിൻ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലേണിംഗ് എബിലിറ്റി കൂട്ടാൻ, അതുപോലെ നല്ല മെമ്മറി. ദെൻ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞു വർക്കിംഗ് ഫോർ അതേഴ്സ്, ബീയിങ് സെൽഫ്ലെസ്. നിഷ്കാമ കർമ്മം എന്ന് പറയും. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ
ചെറിയ കാര്യമായിരിക്കാം, ചെറിയൊരു കാര്യമായിരിക്കാം. അപ്പോ നമ്മൾ അവർക്ക് വേണ്ടി ചെറിയൊരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർ താങ്ക് യു പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിനിൽ ഉത്പാദിപ്പിക്കുന്ന ഹോർമോണാണ് വർക്കിംഗ് ഫോർ അതേഴ്സ്. ഈ ബിസിനസ്സിൽ നമ്മൾ ചെയ്യുന്നത് അത് മാത്രമാണ് അല്ലെ. നമ്മുടെ കൂട്ടത്തിൽ വരുന്ന ടീമിൽ വരുന്ന ആളുകളെ മുഴുവൻ പൊക്കി കൊണ്ടുവരികയാണ്. അവരുടെ സന്തോഷത്തിൽ നമ്മളും പങ്കുചേരുന്നു, അവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നു, അവരുടെ വിജയങ്ങൾ അവരെക്കാൾ നന്നായിട്ട് നമ്മൾ ആഘോഷിക്കുന്നു. അവരൊരു കാറ് വാങ്ങിക്കുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കാറ് വാങ്ങിച്ചതിനെക്കുറിച്ച് നമ്മൾ സന്തോഷിക്കുന്നു. എന്താ കാരണം? ദിസ് ഈസ് ദ റീസൺ. സെറോട്ടോണിൻ വർക്കിംഗ് ഫോർ അതേഴ്സ്, ബീങ് സെൽഫ്ലെസ്, നിഷ്കാമ കർമ്മം എന്ന് പറയും. ദെൻ ഹെൽത്തി ഫീലിംഗ്, എപ്പോഴും ഒരു ആരോഗ്യകരമായ ഒരു അവസ്ഥ നമുക്ക് ഫീൽ ചെയ്യും. ഐ ഫീൽ ഹെൽത്തി, ഐ ഫീൽ ഹെൽത്തി. എന്താ കാരണം? ഇതാണ് ഈ സെറോട്ടോണിൻ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബ്രെയിനിൽ ഇഷ്ടം പോലെ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. സർവീസ് ഓറിയന്റഡ്. ദെൻ അത് കിട്ടാനുള്ള മറ്റു വഴികൾ എന്താ? മെഡിറ്റേഷൻ ചെയ്യാം, ധ്യാനിക്കാം, ഓടാം. സൺ എക്സ്പോസർ, ഞാൻ നേരത്തെ പറഞ്ഞു, സൂര്യപ്രകാശം കൊള്ളുമ്പോൾ അതിരാവിലെ ഒരു 8 മണിക്ക് മുൻപ്, വൈകിട്ട് ഒരു 4 മണിക്ക് 5 മണിക്ക് ശേഷമുള്ള വെയിൽ കൊള്ളുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സെറോട്ടോണിൻ ഉത്പാദിപ്പിക്കപ്പെടും. ശരീരത്തിന്റെ പ്രത്യേക തരത്തിൽ കുളിർമ, മനസ്സിന് പ്രത്യേക തരത്തിലൊരു ആഹ്ലാദം അനുഭവപ്പെടും. അതാണ് സൺ എക്സ്പോസർ കൊണ്ടുണ്ടാവുന്നത്. ദെൻ നാച്ചുറൽ സോഴ്സ്, ഇത് കിട്ടാൻ പഴം കഴിച്ചാൽ മതി. ഇപ്പൊ ഒരു പഴം കഴിച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതാണ് എന്റെ അത്താഴം. നാച്ചുറൽ സോഴ്സ് ബനാന. ധാരാളം പഴങ്ങൾ കഴിച്ചോളൂ. കാരണം പഴങ്ങളുടെ പ്രത്യേകത, അതില് മാലിന്യങ്ങളില്ല, അതിൽ ടോക്സിൻസ് ഇല്ല. നാച്ചുറലി റൈപ്പൻഡ് ആണെങ്കിൽ അതിൽ ഒരു തരത്തിലുള്ള മാലിന്യങ്ങളും ഇല്ല. പക്ഷെ നമ്മൾ ഇറച്ചി കഴിക്കുമ്പോൾ അല്ലെങ്കിൽ മുട്ട കഴിക്കുമ്പോൾ അതിലെല്ലാം ജൈവ മാലിന്യങ്ങൾ അതിലുണ്ട്, എന്തായാലും ഉണ്ട്. പക്ഷെ സസ്യങ്ങളിൽ അതില്ല. അപ്പൊ അതുകൊണ്ട് നാച്ചുറൽ സോഴ്സ് ബനാന, യു ക്യാൻ ടേക്ക് ഇറ്റ്. ആൻഡ് ആരെങ്കിലും നമ്മളെ ഒന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുമ്പോൾ അല്ലെ, ഇപ്പോ വർഷങ്ങളായിട്ട് കാണാതിരുന്ന രണ്ടുപേർ ചേർന്ന് അങ്ങനെ കെട്ടിപ്പിടിക്കുമ്പോൾ, ഹഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഓട്ടോമാറ്റിക്കലി അവർ ബ്രെയിൻ ഉണ്ടാവുന്ന ആ സന്തോഷം എന്താണ്? ബിക്കോസ് ഓഫ് ദി സെറോട്ടോണിൻ. ഏറ്റവും പ്രധാനപ്പെട്ടത് 4ാമത്താണ് ഓക്സിറ്റോസിൻ. ദാറ്റ്സ് കോൾഡ് ലവ് ഹോർമോൺ. ലവ് ഹോർമോൺ എസെൻഷ്യൽ ഫോർ പാരന്റ് ചൈൽഡ് ബോണ്ടിങ്. അതായത് അച്ഛനും അമ്മയും മക്കളും തമ്മിലുള്ള ഒരു റിലേഷൻ ഈ ഒരു ഓക്സിറ്റോസിന്റെ ബേസിലാണ് അത് ശരിക്കും നടക്കുന്നത്. എസെൻഷ്യൽ ഫോർ പാരന്റ് ചൈൽഡ് ബോണ്ടിങ്. അതായത് എവിടെയാണോ സ്നേഹം ഉത്പാദിപ്പിക്കപ്പെടുന്നത്, ആ സ്നേഹം പ്രകടിപ്പിക്കപ്പെടുന്നത്, അവിടെ ഓട്ടോമാറ്റിക്കലി ഇത് ഉണ്ടായിരിക്കും. എസെൻഷ്യൽ ഫോർ പാരന്റ് ചൈൽഡ് ബോണ്ടിങ്. ദെൻ അത് എന്തിനൊക്കെ ഗുണം ചെയ്യും? അത് ട്രസ്റ്റ്, പരസ്പരമായുള്ള ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം, എമ്പതി, മറ്റൊരാളുടെ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുക. അതുപോലെ തന്നെ നല്ല റിലേഷൻ ഉണ്ടാക്കുക. അവിടെയൊക്കെ ഓട്ടോമാറ്റിക്കലി എന്തുണ്ടാവും? ഓക്സിറ്റോസിൻ ഉണ്ടാവും. ഈ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഉത്പാദിപ്പിക്കപ്പെടേണ്ട ഒരു ഹോർമോൺ ആണ് ഓക്സിറ്റോസിൻ. കാരണം ഇവിടെ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളുടെ സാന്നിധ്യം നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഒരു പ്രോഗ്രാമിനൊക്കെ ചെന്ന് പ്രോഗ്രാം കഴിയുന്ന സമയത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്നു, ഫോട്ടോ, എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഒരു പ്രോഗ്രാമിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന വാക്ക് ഐ എം ഹാപ്പി, ഐ എം ഹാപ്പി, ഐ എം ഹാപ്പി എന്നാണ്. ദെൻ അതുപോലെ തന്നെ ഓക്സിറ്റോസിൻ ഉത്പാദിപ്പിക്കപ്പെടാനുള്ള മറ്റൊന്നാണ് ഇന്ററാക്ടിങ് വിത്ത്, സപ്പോർട്ടിങ് ഓർ ഇന്ററാക്ട് വിത്ത് അതേഴ്സ്. മറ്റുള്ളവരായിട്ട് ഇടപഴകുമ്പോൾ, അപ്പൊ നമ്മൾ ഫേസ്ബുക്ക് ആയിരിക്കാം, വാട്സപ്പ് ആയിരിക്കാം, നമുക്കൊരു മെസ്സേജ് വരുന്നു, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള മെസ്സേജ് വരുന്നു, നമ്മൾ ഭയങ്കര ഹാപ്പിനെസ് ആവുന്ന കാരണം അവിടെ ഇതുണ്ടാവുന്നുണ്ട്, ഓക്സിറ്റോസിൻ ഉണ്ടാവുന്നുണ്ട്. സ്പെൻഡിങ് ടൈം വിത്ത് ലവ്ഡ് വൺസ്, ഇഷ്ടപ്പെട്ടവരുടെ സാന്നിധ്യം നമുക്ക് ഇതുണ്ടാക്കും. ഓക്സിറ്റോസിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ്, ഒരു പശുക്കുട്ടി അടുത്ത് വരുമ്പോൾ ഒരു പശുവിന്റെ അകിട് ചുരന്ന് മുലപ്പാല് വരും. ഓക്സിറ്റോസിൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. ഈ പറഞ്ഞ ഹോർമോൺ സ്പെൻഡിങ് ടൈം വിത്ത് ലവ്ഡ് വൺ, ഇഷ്ടപ്പെട്ടവരുടെ സാന്നിധ്യം ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ആൻഡ് ഗിവിംഗ് കോംപ്ലിമെന്റ്സ്. ഇപ്പൊ നമ്മൾ ആളുകളെ ഫോണൊക്കെ വരുമ്പോൾ നമ്മൾ വിഷ് ചെയ്യാറുണ്ടല്ലേ? പലരും അങ്ങനെ ചെയ്യാറേ ഇല്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ ഒരു ട്രെൻഡ് ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. ഒരു അൺനോൺ കോള് വരുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ്, ഒരു ഗുഡ് ഈവനിങ് പറഞ്ഞ് നമുക്ക് സ്വീകരിക്കാം, നമസ്കാരം പറഞ്ഞ് സ്വീകരിക്കാം. ചെയ്യാറില്ല ആളുകൾ. അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരു ഗുഡ് മോർണിംഗ് പറയാം. ലെറ്റ് ഇറ്റ് ബി എനി അൺനോൺ പേഴ്സൺ. ഞാൻ വിളിക്കുന്ന ഒരു അൺനോൺ പേഴ്സണോട് ഞാൻ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ആദ്യത്തെ ഒരു ഇമ്പാക്ട്, യെസ് ഹീസ് സംതിങ് ഗ്രേറ്റ്, ഞാൻ ഇതുവരെ എന്നെ ആരും ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിളിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു ഫീലിംഗ് ഉണ്ടാവും. സോ ഗിവിംഗ് കോംപ്ലിമെന്റ്സിൽ എന്താണ് ഉണ്ടാവുന്നത്? നമ്മൾ ഒരാളെ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ അത് തിരിച്ച് പറയില്ല എന്നുള്ളത് വി ഡോണ്ട് ബോദർ. പക്ഷെ നമ്മുടെ ബ്രെയിനിൽ എന്തുണ്ടാവും? ഓക്സിറ്റോസിൻ. നമ്മുടെ ആവശ്യം എന്താണ്? ഓൾവേസ് ബി ഹാപ്പി. ഇനി ഈ ഹാപ്പിനെസ് ഒക്കെ നശിപ്പിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അത് നമ്മുടെ ചുറ്റുവട്ടത്തിൽ, നമ്മുടെ നോർമൽ ലൈഫിലുണ്ട്, നമ്മുടെ ബിസിനസ് ലൈഫിലുണ്ട്. അവര് പറയുന്ന പേരാണ് ടോക്സിക് പീപ്പിൾ. ഈ ടോക്സിക് പീപ്പിൾ, ടോക്സിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷം. നമ്മുടെ ശരീരത്തിൽ വിഷം കയറിയാൽ വിഷം പുറത്ത് കളയണം. ശരീരത്തിന് കുറച്ച് മാർഗങ്ങളൊക്കെ ഉണ്ട്: ശ്വാസവായു, വിയർപ്പ്, മൂത്രം, മലം, ആർത്തവം. പക്ഷേ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരത്തിലുള്ള ടോക്സിൻ വന്നു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തില്ലെങ്കിൽ അത് നമ്മളെ ഇല്ലാതാക്കും. സോ ടോക്സിക് പീപ്പിൾ അവരെന്താ ചെയ്യുന്നത്? അവർ നമ്മുടെ എനർജി കളയും. 6 തരത്തിലുള്ള ടോക്സിക് ആളുകളുണ്ട്. അവരെ പരമാവധി ഒഴിവാക്കാതെ, ബിസിനസ് ആയിക്കോട്ടെ, ലൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളായിക്കോട്ടെ, അവരെ ഒഴിവാക്കിയില്ലെങ്കിൽ
നമ്മൾ പതുക്കെ പതുക്കെ ഇല്ലാണ്ട്, അല്ലെങ്കിൽ നമ്മുടെ എഫിഷ്യൻസി ഇല്ലാണ്ട്. അതിൽ ആദ്യത്തെ കാറ്റഗറിയാണ് എനർജി ഡ്രെയിനർ. നമ്മുടെ ഊർജ്ജം മുഴുവൻ അവർ ചോർത്തിക്കളയും. ദേ മേക്ക് യു ഫീൽ ടെൻസ്. എപ്പോഴും നമ്മളെ മുൾമുനയിൽ നിർത്തും, ടെൻഷന്റെ മുൾമുനയിൽ നിർത്തും. ദേ പുട്ട് യു ഡൗൺ ഫോർ നോ റീസൺ. പ്രത്യേകിച്ച് ഒരു കാരണത്തിൽ നമ്മളെ എപ്പോഴും മൂഡ് ഓഫ് ആക്കും. കാൺ ബി ഹാപ്പി ഫോർ അതേഴ്സ് ഗുഡ് ഫോർച്യൂൺ. മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ വരുന്ന സമയത്ത് അവർക്ക് ഭയങ്കര വിഷമം അല്ലെ. ഇത്തരം കാറ്റഗറി ആളുകളെ അവോയ്ഡ്. അത് ബിസിനസ് ആയിക്കോട്ടെ, ബിസിനസ്സിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഇല്ലാണ്ടാവും. ദ എനർജി ഡ്രെയിനർ, ദ ഫസ്റ്റ് കാറ്റഗറി. ടോക്സിക് പീപ്പിൾ ഒന്നാമത് വരുന്നത്. രണ്ടാമതാണ് ദ ഫേക്ക് കോംപ്ലിമെന്റർ. വേണ്ടതിനും വേണ്ടാത്തിനൊക്കെ ഇവർ കോംപ്ലിമെന്റ് ചെയ്യും. വേണ്ടതിനും ചെയ്യും. ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പ്രോഗ്രാമിൽ കുറച്ച് പാളിച്ചകളൊക്കെ ഉണ്ട്, എന്നിട്ടും പറയും, എന്താ പറയുക, അടിപൊളിയായിരുന്നു പറയും. നമ്മൾ എന്താ ചെയ്യേണ്ട, ഒരു നല്ല വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ അതിൽ ഇന്ന പോരായ്മകളുണ്ട്, അത് കറക്റ്റ് ചെയ്യണം എന്നാണ് പറയാ. ഗിവ്സ് യു ഫേക്ക് കോംപ്ലിമെന്റ്സ്, ലാക്സ് എംപതി, പുട്ട് യു ഇൻ അൺകംഫർട്ടബിൾ പൊസിഷൻ. അതായത് മറ്റുള്ളവരുടെ കാഴ്ചപ്പാട് അവർ ഒരിക്കലും കാണില്ല. അവർ അവരുടെ കാഴ്ചപ്പാട് മാത്രം ശരിയാണെന്ന് കരുതി പറയും. അവരുടെ നേട്ടത്തിന് വേണ്ടി കാര്യങ്ങൾ ഉപയോഗിക്കും. ഓക്കെ, ദാറ്റ്സ് ദ സെക്കൻഡ് കാര്യം, ദ ഫേക്ക് കോംപ്ലിമെന്റ്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മളെല്ലാവരും ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ട്, കുറേശ്ശെ ഉണ്ട്. പക്ഷെ ഏതാണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് അറിഞ്ഞ് അത് മാറ്റുക. ആൻഡ് തേർഡ് വൺ, ദ പെസിമിസ്റ്റ്. എന്ത് കാര്യത്തിനും ദോഷം മാത്രം കാണുന്ന ആളുകൾ. പെസിമിസ്റ്റ്, ദോഷൈക ദൃക്ക് എന്ന് മലയാളത്തിൽ പറയും. ടോക്സ് ഡൗൺ യു ടു മേക്ക് ദംസെൽസ് ഫീൽ ബെറ്റർ. അതായത് നമ്മളെപ്പോഴും താഴ്ത്തി കെട്ടി അവരെ സ്വയം ഉയർത്താനുള്ള ഒരു ശ്രമം അവർ നടത്തും. ഓൺലി കേസ് അബൌട്ട് ദംസെൽസ്, ട്രൈസ് ടു ടോക്ക് യു ഔട്ട് ഓഫ് യുവർ ഡ്രീംസ്. നിങ്ങളെപ്പോഴും അവർ നിങ്ങളുടെ ഡ്രീമിൽ നിന്ന് പുറത്തേക്ക് കടത്താൻ നോക്കും. ആ ഡ്രീമിൽ നിങ്ങൾ നിലനിർത്തില്ലേ. ഇത്തരം ആളുകളാണ് പെസിമിസ്റ്റ്. എന്ത് വർക്ക് ചെയ്യുമ്പോഴും ഞാൻ ഒരു പ്രോഗ്രാം എടുത്തു, ആ പ്രോഗ്രാം ഒന്നും ആള് വരില്ല. ആള് വരില്ല, ദാറ്റ്സ് എ ഡിഫറെന്റ് ഇഷ്യൂ അല്ലെ. ഒരു പ്രോഗ്രാം മീൻസ് ഒരു പ്രൊഡക്റ്റ് പ്രസന്റേഷൻ നടത്തി, ഞാൻ നടത്തിയ ശരിയാവില്ല, എന്ത് കാര്യത്തിലും നെഗറ്റീവായിട്ട് കാണും. സോ ഞാൻ പറഞ്ഞു, എല്ലാവരിലും ഈ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്. അതൊക്കെ പതുക്കെ പതുക്കെ സബ്സൈഡ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ബെറ്റർ പേഴ്സൺ ആയിട്ട് മാറുക. സോ തേർഡ് വൺ, ദ പെസിമിസ്റ്റ്. ആൻഡ് ഫോർത്ത് വൺ, ദ ക്രിറ്റിസൈസർ. എന്തിലും വിമർശനം കണ്ടെത്തും. നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, വിമർശനമില്ലാണ്ട് ഒരു പ്രശ്നമില്ല. ഈ പൊളിറ്റിക്സിൽ ഒരു ഭരണമുന്നണി ഉണ്ടാവും, ഒരു പ്രതിപക്ഷം ഉണ്ടാവും. ഭരണമുന്നണി നല്ലത് ചെയ്താലും ചീത്താലും പ്രതിപക്ഷം എതിർക്കും. ആ ഒരു രീതി പോലെ തന്നെ എന്ത് നമ്മൾ ചെയ്താലും അതിനെ എതിർക്കുന്ന ആ സിസ്റ്റത്തിന് വിശ്വാസമില്ലാത്ത ഒരു കാര്യം. ഡസന്റ് സപ്പോർട്ട് ഇൻ യുവർ ഡിസിഷൻ. നിങ്ങൾ എന്ത് തീരുമാനം അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എതിർത്തുകൊണ്ടിരിക്കും. എവറി മൂവ് യു മേക്സ് യു ഫീൽ ലൈക്ക് യു കാൺ ഡു എനിത്തിങ് റൈറ്റ്. അതായത് ഇവരിങ്ങനെ പറഞ്ഞ് അവസാനം നമുക്ക് തോന്നുന്നു ഞാൻ എന്ത് ചെയ്താലും നന്നാവില്ല. ഇതാണ് ദ ക്രിറ്റിസൈസർ. അതിന് അഞ്ചാമത്താണ് ദ മാനിപ്പുലേറ്റർ. ആ പേര് തന്നെ നമുക്ക് അറിയാൻ പറ്റും. എന്ത് കാര്യം അവരുടെ ഗുണത്തിന് വേണ്ടി അവർ അത് മാനേജ്. നമുക്ക് എന്ത് സംഭവിച്ചോ ഇല്ല എന്നുള്ളതല്ല, അവർ എന്താ നടിക്കുക, ട്രൈസ് ടു കൺട്രോൾ എവരിത്തിങ്. എല്ലാ കാര്യത്തിലും അവർക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരിക്കും. ആൻഡ് പ്രിറ്റൻസ് ടു ലൈക്ക് യു ആൻഡ് അതർ പീപ്പിൾ. അവർ എങ്ങനെ നടിക്കും, നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞ് നടിച്ച് നടക്കും. പക്ഷെ കാര്യം കഴിയുന്നതുവരെ അവർ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടും അവരുടെ നേട്ടത്തിന് വേണ്ടി അവർ നിങ്ങളെ ഭംഗിയായിട്ട് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് യൂസ് ചെയ്യും. ദാറ്റ്സ് കോൾഡ് മാനിപ്പുലേറ്റർ. ആറാമത്താണ് ദ വിക്ടിം. എല്ലാ കാര്യത്തിനും വിധിയെ പഴിക്കും. ഇതെന്റെ വിധിയാണ്, ഞാൻ ഇങ്ങനെയായി പോയി, എനിക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നുമില്ല, എനിക്ക് മറ്റുള്ളവരെ പോലെ സംസാരിക്കാൻ പറ്റില്ല, എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാം വിധിയെ പഴിച്ചുകൊണ്ട് എല്ലാം എപ്പോഴും ഇത്തരത്തിലുള്ള പരാതികൾ പറയുന്ന ആളുകൾ വിക്ടിം. ഞാൻ പറഞ്ഞു, ഈ 6 കാറ്റഗറി നമ്മളെല്ലാവരിലും ഉണ്ട്, കുറേശ്ശെങ്കിലും ഉണ്ട്. ഇതിനെ എത്ര മാറ്റുന്നോ അത്രയും നിങ്ങൾ ഹാപ്പി. ദ വിക്ടിം. ദെൻ എങ്ങനെയാണ് ഈ ടോക്സിക് ആളുകളെ ഐഡന്റിഫൈ ചെയ്യുക? നോക്കിക്കോളൂ. ഇത് നമ്മുടെ ബിസിനസ് ലൈഫിൽ ഇതെല്ലാം ബിസിനസ് കാറ്റഗറിയിലെ ആളുകളാണ് ഭൂരിപക്ഷം പേരും. ദേ നെവർ അപ്പോളജൈസ് ഫോർ ദർ മിസ്റ്റേക്സ്. അവരുടെ മിസ്റ്റേക്കിന് ഒരിക്കലും തെറ്റ് സമ്മതിക്കില്ല. അവരുടെ തെറ്റ് ഒരിക്കലും അവർ ഏറ്റു പറയില്ല. ദ ഫസ്റ്റ് കാറ്റഗറി. സോ അവോയ്ഡ് സച്ച് പീപ്പിൾ. അത്രേ ഉള്ളൂ. ദേ വിൽ നെവർ ക്ലാപ്പ് ഇൻ യുവർ സക്സസ്. നിങ്ങളുടെ വിജയത്തിൽ അവർ ഒരിക്കലും കൈയടിക്കില്ല, വിഷമിച്ചിരിക്കുകയായിരിക്കും. ഓക്കെ, നമുക്ക് കാണാം. നിങ്ങൾ ചുറ്റിനും നോക്കിക്കോളൂ, ഇഷ്ടം പോലെ ആളുകളുണ്ടാവും ഈ കാറ്റഗറി. ദെൻ ദേ വിൽ ഡിസ്ക്ലോസ് യുവർ പേഴ്സണൽ സീക്രറ്റ്സ് ടു എവരിവൺ. നിങ്ങൾ അവരുമായിട്ട് നല്ല അടുപ്പമുണ്ടെന്ന് കരുതി നിങ്ങൾ പറയുന്ന രഹസ്യങ്ങൾ വരെ അവർ ഭംഗിയായിട്ട് അരമന രഹസ്യം അങ്ങാടി പാട്ടാക്കി അവർ മാറ്റും. ദെൻ ദേ വിൽ ലീഡ് യു ടു ബാഡ് ഹാബിറ്റ്സ്. ചീത്ത ശീലങ്ങളിലോട്ട് നിങ്ങളെ കൊണ്ടുപോകും. ദേ വിൽ ആസ്ക് യു ഫോർ യുവർ ഹെൽപ്പ് ബട്ട് നെവർ റിട്ടേൺ. എപ്പോഴും നിങ്ങളുടെ സഹായം അവർ ആവശ്യപ്പെടും, പക്ഷെ നിങ്ങൾ അത്യാവശ്യം വേണ്ട സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ തരില്ല. ഇപ്പൊ പണമായിക്കോട്ടെ, ഒരു വാഹനം ആയിക്കോട്ടെ, അവരുടെ ആവശ്യത്തിന് ആഴ്ചയിൽ 1-2 തവണ നിങ്ങളുടെ വാഹനം കൊടുക്കും. നിങ്ങൾക്ക് ഒരു എമർജൻസി വന്ന സമയത്ത് ചോദിക്കുമ്പോൾ അയ്യോ അന്ന് ഭയങ്കര തിരക്കാണെന്ന് പറയും. ടോക്സിക് പീപ്പിൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ കൂട്ടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്, നമ്മൾ തന്നെ ഇതിലുണ്ട്, നമ്മളിൽ കുറെ ഇതുണ്ട്. ദേ വിൽ നെവർ പ്രൈസ്. ഒരിക്കലും നിങ്ങൾ അവർ പ്രൈസ് ചെയ്യില്ല. അങ്ങനെ ആളുകൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പരമാവധി അകറ്റി നിർത്തുക. ഒരിക്കലും പ്രൈസ് ചെയ്യില്ല, അവരങ്ങനെ ഇരിക്കും. ഓക്കെ, ദെൻ നോ യുവർ വീക്ക്നെസ്. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് അല്പം വീക്ക്നെസ് ഉള്ളത് അവിടെ കയറി അവർ പിടിക്കും.
ദേ പ്രിറ്റൻഡ് ദാറ്റ് വി ബോത്ത് ഹാവ് സെയിം ലൈഫ്സ്. അവര് എന്താ പറയുന്നറിയോ, നമ്മളെല്ലാം ഒരേ ലെവലിൽ പോകുന്ന ആളുകൾ, ഒരേ ചിന്താഗതിക്കാരാണ്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഇൻ അൺഎക്സ്പെക്ടഡ് സിറ്റുവേഷൻ ദേ വിൽ ഗിവ് എ ലവ് ബോംബിംഗ്. നല്ല പേരാണ് അല്ലെ, ലവ് ബോംബിംഗ്. അവിചാരിതമായ ഒരു സാഹചര്യത്തിൽ അവർ നിങ്ങളെ നിലം പരിശാക്കും. ലവ് ബോംബിംഗ്. സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുകയല്ല ചെയ്യുന്നത്, സ്നേഹം കൊണ്ട് ബോംബിട്ട് കൊല്ലും. ദാറ്റ്സ് ഓൾ. അപ്പോ എന്താ വേണ്ടത്? ഈ 6 കാറ്റഗറി ആളുകളെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന്, നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്, നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പരമാവധി അകറ്റി നിർത്തുക. ഞാൻ പറഞ്ഞു എല്ലാവരിലും ഈ 6 പ്രത്യേകതകളുണ്ട്. ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്ത് അല്ലെ ന്യൂട്രലിലേക്ക് കൊണ്ടുവരിക. പിന്നെ ആ പോസിറ്റീവ് തലത്തിനെ ഉയർത്തുക. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആരെയാണെന്നറിയോ? നമ്മളെ തന്നെയാണ്. മൈൻഡിന്റെ ഒരു പ്രത്യേകത എപ്പോഴും അത് താഴോട്ട് വരാനാണ്. നമ്മൾ വളരെ ബുദ്ധിമുട്ടിലാണ് അതിനെ പൊക്കിക്കൊണ്ടുവരുന്നത്. ജനറലി ദ നാച്ചർ ഓഫ് മൈൻഡ് ഈസ് നെഗറ്റീവ്. അതിനെ പൊക്കിക്കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഹാപ്പിനെസ് കിട്ടുള്ളൂ. സോ അവോയ്ഡ് ഓൾ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഫ്രം യുവർ സറൗണ്ടിങ്സ്. സോ അങ്ങനെയുള്ള ആളുകൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുക, കാണാതിരിക്കുക, അവരിൽ നിന്ന് പരമാവധി അകന്നു നിൽക്കുക. അത് ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധുക്കളായിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, വെരി ക്ലോസ് റിലേറ്റീവ് ആയിരിക്കാം, ബിസിനസ്സിൽ നിങ്ങളുടെ ഏറ്റവും അടുത്ത വ്യക്തിയായിരിക്കാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവോയ്ഡ്. അത്രയേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ബിസിനസ്സിൽ വരുമ്പോൾ, RCM ഒരു ബിസിനസ് ആണെന്ന് വെച്ചാൽ ബിസിനസ് തന്നെയാണ്. കാരണം എന്താ? ഇറ്റ് വിൽ ഗീവ് മണി. പക്ഷെ ഈ ബിസിനസ്സിന്റെ പ്രത്യേകതയുണ്ട്. ഇതൊരു സമൂഹ നന്മയുള്ള ബിസിനസ്സാണ്. ഒരു സമൂഹത്തിന്, ഒരു രാഷ്ട്രത്തിന്, ഒരു ലോകത്തിന് മുഴുവൻ നന്മ കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സിലാണ് നമ്മളുള്ളത്. ആൻഡ് ഐ ഫീൽ പ്രൗഡ് ഓഫ് ദാറ്റ്. അവോയ്ഡ് ഓൾ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഫ്രം യുവർ സറൗണ്ടിങ്. ഹെൽപ്പ് അതേഴ്സ് വിത്ത് ഹാപ്പിനെസ്. ദ ഹാപ്പിനെസ് വിൽ റിബൗണ്ട്. നിങ്ങളൊരു വർക്ക് ചെയ്യുമ്പോൾ ഹാപ്പിനെസ്സോട് ചെയ്യുന്ന റിസൾട്ട് ഉറപ്പാണ്. ആ ഹാപ്പിനെസ് റിബൗണ്ട് ചെയ്യും. നിങ്ങളൊരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ അതേ ഹാപ്പിനെസ്സിൽ നിങ്ങൾ ഹെൽപ്പ് ചെയ്തോളൂ. നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് തനിയെ വരും. അതങ്ങനെയാണ്. അത് പ്രകൃതിയുടെ നിയമമാണ്. വട്ട് എവർ യു ഗിവ് ഇറ്റ് വിൽ റിബൗണ്ട്. Then to express your love and affection, you need not be rich enough. നിങ്ങൾക്ക് ഈ ലവും അഫെക്ഷനും ഒക്കെ കൊടുക്കാൻ കുറെ പണം ആവശ്യമൊന്നുമില്ല. അത് വെറുതെ. കുറെ പണം ഉണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പി. ഒന്നുമില്ല. ഞാനൊരു ചിത്രം കാണിച്ചു തരാം, ശരിക്കും ഒന്ന് കണ്ടു നോക്കൂ. സെൽഫ് ലവ്. യു ഹാവ് ടു ബി ഹാപ്പി വിത്ത് യുവർ സെൽഫ്. നിങ്ങൾക്ക് എപ്പോഴും ഹാപ്പി ആയിരിക്കും നിങ്ങളോടാണ്. യു ആസ്ക് യുവർ സെൽഫ്. നിങ്ങൾ ചോദിക്കുക, നിങ്ങളുമായിട്ട് എത്ര ഹാപ്പിയാണ്? നിങ്ങളുമായിട്ട് ഹാപ്പി അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുമായിട്ട് ഹാപ്പി ആവാൻ പറ്റില്ല. കാരണം നിങ്ങളെ ഏറ്റവും അടുത്തറിയുന്ന വ്യക്തി നിങ്ങൾ തന്നെയാണ്. Then because you love you too much. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തി നമ്മൾ തന്നെയാണ്. ടേക്ക് കെയർ ഓഫ് യുവർ ബോഡി. ശരീരത്തിന് നല്ല കെയർ കൊടുക്കുക. നമ്മുടെ ഫുഡ് സപ്ലിമെന്റ്സ് ആവശ്യമുള്ളതൊക്കെ കഴിക്കുക. രോഗം വരാതെ നോക്കുക. അതാണ് നമുക്ക് വേണ്ടത്. പ്രിവെൻഷൻ. അത്യാവശ്യം എക്സസൈസ് ചെയ്യുക. ആഴ്ചയിൽ ഒരു 4 ദിവസമെങ്കിലും ഒരു അരമണിക്കൂർ മാറ്റി വെച്ച് നമ്മുടെ 5 കോടി വിലയുള്ള ശരീരത്തിന് സംരക്ഷിക്കുക. ട്രൈ ടു ലുക്ക് സ്മാർട്ട്. എപ്പോഴും വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുക. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. ഞാൻ ആ പോളിസി എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വെറുതെ എന്തെങ്കിലും ഒരു പച്ചക്കറി വാങ്ങിക്കുന്ന ഒരു കടയിൽ പോകുമ്പോ വീട്ടിലുള്ളവർ പറയും, എന്തിനങ്ങനെ ഡ്രസ് ചെയ്ത് പോണേ? ഞാൻ എവിടെ പോകുമ്പോഴും എന്റെ അമ്മ പറയാറുണ്ട്, ചത്ത് കിടന്നാലും ചമഞ്ഞ് കിടക്കും. ഓക്കെ, സോ ട്രൈ ടു ലുക്ക് സ്മാർട്ട്. നമ്മൾ ഒരിക്കലും ഒരു ഷാബി ഡ്രസ്സിൽ പുറത്തു പോകരുത്. പ്രത്യേകിച്ചും ഒരു RCMന്റെ ഒരു സജീവ പ്രവർത്തകൻ. എൻജോയ് സോളിറ്റ്യൂഡ്. കുറച്ച് സമയമെങ്കിലും നമ്മൾ തനിച്ചിരിക്കുന്നത് നല്ലത്. എന്തിനാണെന്നറിയോ? ചില കാര്യങ്ങൾ അസസ് ചെയ്യാൻ ലോൺലിനെസ് നല്ലതാണ്. എപ്പോഴും നമ്മൾ ആൾക്കൂട്ടത്തിലാവുമ്പോൾ നമുക്ക് നമ്മളെ കുറിച്ചും നമ്മുടെ ആക്ടിവിറ്റീസിനെ കുറിച്ച് ചിന്തിക്കാൻ സമയം കിട്ടില്ല. കുറച്ച് സമയം നമ്മൾ സോളിറ്റ്യൂഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകാന്തത നല്ലതാണ്. കാര്യങ്ങളെ അസസ് ചെയ്യാൻ ഏറ്റവും നല്ലത് കണക്ട് വിത്ത്. ആ സമയത്താണ് നമ്മൾ പ്രകൃതിയുമായിട്ട് കണക്ട് ആവുക. കാരണം ഈ ബിസിനസ്സും ഈ ലൈഫും ഈ കംപ്ലീറ്റ് കാര്യങ്ങളെല്ലാം നാച്ചുറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പൊ ആ രീതിയിൽ വരട്ടെ. ഈ ഒരു ചിത്രം കഴിഞ്ഞ ദിവസം 2 ദിവസം മുൻപ് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു എന്താണ് വളരെ രസകരമായിട്ട് തോന്നി. ഒരു കാലഘട്ടത്തിൽ, വളരെ പഴയൊരു കാലഘട്ടത്തിൽ വീട്ടില് മണ്ണിലും പാടത്തും പറമ്പിലൊക്കെ കളിച്ചു നടന്ന സമയത്ത് ഒരു പക്ഷേ നമ്മൾ ചിലരൊക്കെ ഇങ്ങനെ ഇരുന്നുണ്ടാവും അല്ലെ. ജീവിതം രാജകീയമാക്കുന്നത് ചുറ്റുപാടുകളല്ല, മനസ്സാണ്. എന്തായിരിക്കും അല്ലെ? ഞാൻ ഒരുപാട് ആളുകൾക്ക് ഇത് അയച്ചു കൊടുത്തു. അവരൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് എനിക്ക് തിരിച്ചു വന്നു. ഞാൻ ഹാപ്പിനെസ് അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഹാപ്പിനെസ് എനിക്ക് തരുന്നു. ഇത്രയേ ഉള്ളൂ. സോ ദ വെൽബീങ് എന്താണ് ഹാപ്പിനെസ്? ദ വെൽബീങ് ഓഫ് ബോഡി, മൈൻഡ് ആൻഡ് സൊസൈറ്റി. അപ്പൊ അതില് ബീങ് ഹെൽത്തി, തീർച്ചയായിട്ടും അതിൽ ഹാപ്പിനെസ് ഉണ്ടാവും. ബീങ് വെൽത്തി, പൈസ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഹാപ്പിനെസ് ഉണ്ടാവും. ബീങ് റെക്കഗ്നൈസ്, ആളുകൾ അംഗീകാരം ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനുമില്ല. നമ്മുടെ ഈ ബിസിനസ്സിലായി ആണെങ്കിൽ പ്രത്യേകിച്ചും അതെ, ഇഷ്ടം പോലെ അംഗീകാരങ്ങൾ കിട്ടാനുള്ള അവസരം അല്ലെ. ബി ലൗഡ് ആൻഡ് കെയർഡ്. എവിടെ പോയാലും ആരെങ്കിലുമൊക്കെ കെയർ ചെയ്യാനുണ്ട്, ആരെങ്കിലുമൊക്കെ വിളിക്കാനുണ്ട്, ആരെങ്കിലുമൊക്കെ സങ്കടം പങ്കുവെക്കാനുണ്ട്, ആരെങ്കിലുമൊക്കെ സന്തോഷം പങ്കുവെക്കാനുണ്ട്. ബീങ് ലൗഡ് ആൻഡ് കെയർഡ്, ബീങ് ഏബിൾ ടു ഡു വാട്ട് യു വാണ്ട് ടു ഡു. അതായത് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ ചെയ്യാൻ പര്യാപ്തമായ രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അതൊക്കെ നമ്മളെ ഹാപ്പിനെസ്സിലോട്ട് നയിക്കും. അച്ചീവിങ് യുവർ ഡ്രീംസ്. തീർച്ചയായിട്ടും അതെ. നമ്മൾ ഈ ബിസിനസ്സിലായിക്കോട്ടെ, നമ്മുടെ ലൈഫിലായി നമുക്ക് ഒരുപാട് ഡ്രീംസ് ഉണ്ട്. അതിലൊക്കെ അത് അച്ചീവ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഹാപ്പിനെസിന്റെ ആ തലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് തന്ന ഒരു സംവിധാനമാണ് RCM.
എല്ലാ ക്ലാസ്സുകളിലും പറയുന്നത് അത് തന്നെയാണ്. ലോകത്തിൽ എന്നും എല്ലാവർക്കും നന്മ വരട്ടെ എന്നാണ് പറയാറ്. ലോക സമസ്ത സുഖിനോ ഭവന്തു, ഹാപ്പിനെസ് ഫോർ മീ ഇൻ ബീങ് ഇൻ RCM ബിസിനസ് അല്ലെ. ഒരുപാട് ആളുകളുടെ ലൈഫിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരിക, അവരുടെ ജീവിതത്തിൽ ചെറിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക, അവരുടെ ജീവിതത്തിൽ നമ്മുടെ ഒരു മുദ്ര, നമ്മുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കുക. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ടാക്കും. അപ്പോ മരുന്നില്ലാതെ ജീവിക്കാം, ഈ നമ്മുടെ ആരോഗ്യത്തോടെ ജീവിക്കാം, സമ്പത്തോടെ ജീവിക്കാം, സമാധാനത്തോടെ ജീവിക്കാം. ജീവിതത്തിൽ ഒരുപാട് ആളുകളുടെ ജീവിതത്തിലെ ഒരു കൈത്താങ്ങായിക്കൊണ്ട് നമുക്ക് കഴിയാം. അതിന് എല്ലാവർക്കും കഴിയട്ടെ. ഒരു പോസിറ്റീവുള്ള ഒരു വ്യക്തി ലോകത്തിലെ കോടിക്കണക്കിന്, ആയിരത്തിന് കണക്കിനല്ല, കോടിക്കണക്കിന് ആളുകൾ ഹാപ്പിനെസ് നൽകാൻ പര്യാപ്തമാണ്. 1 positive person can spread happiness to more than 1 crore, 10 crore, 1000 crore, multi-crore people. അപ്പോ ഈ ആശയം ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക. നിങ്ങളുടെ ലൈഫിൽ RCM എന്ന പ്രസ്ഥാനവും പ്രകൃതി ജീവനവും ഇതിലെ ഉൽപ്പന്നങ്ങളും ഈ കാര്യങ്ങളുമെല്ലാം ഒരുപാട് ആരോഗ്യവും സമ്പത്തും സമാധാനവും നൽകാൻ പര്യാപ്തമാവട്ടെ. ഏറ്റവും മനോഹരമായുള്ള ഓണം വരെയാണ്. ആ ഓണം എന്നും നമ്മുടെ ലൈഫിൽ ഈ ഓണം നിലനിൽക്കട്ടെ. വരുന്ന ഓണത്തിന്, ഇന്നത്തെ ഈ ഓണത്തിനേക്കാൾ ഒരു ബെറ്ററായ നിങ്ങൾ, അത് ഫിനാൻഷ്യലി ആയിക്കൊള്ളട്ടെ, മീൻസ് ഹെൽത്ത് വൈസ് ആയിക്കൊള്ളട്ടെ, എല്ലാം ഒരു ബെറ്റർ ആയിട്ടുള്ള നിങ്ങളെ കിട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ലോക സമസ്ത സുഖിനോ ഭവന്തു. ജയ് ഹിന്ദ്, ജയ് RCM.